ശാന്തി ശാന്തി ശാന്തി. ഓം പ്രജ്ഞാനാം ശുപ്രധാനൈഃ സ്ഥിരതരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരപി ധിഷണോത്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭുങ് മായയാ ഭോജയന്നു മായാസംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മയത്തന്നതോസ്മി. യോ വിശ്വാത്മാ വിധിജവിഷയാൻ പ്രാശ്യഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാച്ചാന്യാൻ സ്വമതിവിഭവാൻ ജ്യോതിഷാ സ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരപി ശനൈഃ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണപാത്വസോ നസ്തുരീയ. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യദിതി സർവമോങ്കാരേവ യച്ഛാന്യൽ ത്രികാലാതീതം യദ തദപ്യോങ്കാരേവ. സർവം ഹ്യേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ് ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞഃ സപ്താംഗൈകോനവിംശതിമുഖ സ്ഥൂലഭുഗ്വൈശ്വാനരപ്രഥമപാദഃ സ്വപ്നസ്ഥാനോന്തഃപ്രജ്ഞഃ സപ്താംഗൈകോനവിംശതിമുഖ പ്രവിവിക്തഭുക്തൈജസോ ദ്വിതീയപാദഃ യത്ര സുപ്തോ ന കഞ്ചന കാമം കാമേതേ ന കഞ്ചന സ്വപ്നം പശ്യതി തൽ സുഷുപ്തം സുഷുപ്തസ്ഥാനൈകീഭൂതപ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖപ്രാജ്ഞ തൃതീയപാദഃ. എൻ്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് അയം ആത്മാ ബ്രഹ്മ. അയമാത്മാ ബ്രഹ്മ എന്ന് എങ്ങനെ സാധിക്കാം എന്നാണല്ലോ അറിയേണ്ടത്. അപ്പോൾ അതിനാണ് അനേക പ്രക്രിയകൾ ഉള്ളതിലൊരു പ്രക്രിയയാണ് ഈ അവസ്ഥാത്രയ പരിശോധന എന്ന് പറയുന്നത്. അപ്പം ഈ നമുക്ക് ഞാനെന്ന അനുഭവമുള്ള ആ ഞാൻ, ഇപ്പം ശങ്കരാചാര്യർ പറയുന്നത് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു, സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം എല്ലാത്തിലും പ്രവേശിച്ചു. അത് പ്രവേശിക്കുകയല്ല, അതവിടെ ഇതെല്ലാം ആ ബ്രഹ്മ ചൈതന്യത്തിൽ പ്രകാശിച്ചു. അപ്പം സത്വഗുണപ്രധാനമായ ഉള്ളത് ഏതാണോ അതിൽ കൂടുതൽ പ്രകാശിച്ചു. അന്ധകരണമെന്ന് പറയുന്നത് സത്വഗുണപ്രധാനമാണ്. പഞ്ചഭൂതങ്ങളുടെ സത്വഗുണപ്രധാനമായ അംശങ്ങളിൽ നിന്നുണ്ടായതാണല്ലോ അന്ധകരണം. അപ്പം അതിൽ നല്ലതുപോലെ പ്രകാശിച്ചു, വിശേഷമായിട്ട് പ്രകാശിച്ചു. ആ വിശേഷമായിട്ട് പ്രകാശിച്ച ചൈതന്യമാണ് ഞാനെന്ന് നമ്മളറിയുന്നത്. പക്ഷേ നമ്മൾ ഈ ഞാനെന്നറിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ ഈ ശരീരം ഞാനാണെന്ന് അങ്ങ് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങ് രൂഢമായിപ്പോയി. ശരീരം ഞാനാണെന്നുള്ള ബുദ്ധി നമുക്ക് വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനെ എങ്ങനെ ക്രമേണ ഈ തേച്ച് മിനുക്കുന്നു എന്ന് പറയുന്ന പോലെ ക്രമേണ ഓരോന്നിനെയായിട്ട് മാറ്റി എന്താണ് ആ ഞാൻ എന്നുള്ളത്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണല്ലോ വേദാന്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ നമുക്കിപ്പോൾ എന്താണോ ഞാനെന്നനുഭവം, അതിൻ്റെ ലക്ഷ്യം ഈ കേവല ബോധം മാത്രമാണ് എന്ന് മനസ്സിലാക്കും. എന്നാൽ പിന്നെ നമ്മൾ ഈ ജീവൻ എന്താണ്, അതാണ് ഈ പ്രകരണഗ്രന്ഥം പഠിക്കുന്നത്. ജീവൻ എന്താണ്, ഈശ്വരൻ എന്താണ്, ബ്രഹ്മം എന്താണ്, എൻ്റെ അത്രയും തത്വം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ അന്ധകരണ വിശിഷ്ട ചൈതന്യമാണ്.
അന്ധകരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അറിയുക, കേൾക്കുക, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സെന്ന് എല്ലാം കൂടെ പറയുമ്പോഴും എല്ലാം കൂടെ അതിലെടുക്കണം, ബുദ്ധിത്വം, അഹങ്കാരം എല്ലാം. അപ്പം ഈ മനസ്സിൽ നമ്മളതിനെ അറിയുന്നില്ല. നമ്മൾ ഞാനെന്നറിയുന്ന ആ അറിവ് മനസ്സിലാണ് ഉണ്ടാകുന്നതെങ്കിലും നമ്മൾ ശരീരത്തിലാണെന്നങ്ങ് വിചാരിക്കും. അപ്പം നമ്മുടെ ഒരു സാധാരണ അനുഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ രൂഢമാണ്. സാധാരണ ഈ വലിയ ജ്ഞാനികൾക്ക് പോലും ആ ഞാനെന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മൾ വ്യവഹാരത്തിൽ ഈ നമുക്ക് വ്യവഹരിക്കണമെങ്കിൽ ശരീരത്തിൽ ഞാനെന്നും ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം എൻ്റേതെന്നുള്ള ബുദ്ധി ഉണ്ടാവണം. അത് പക്ഷേ ആ അധ്യാസം, അത് സങ്കല്പമാണ്, സത്യമല്ല എന്ന് ജ്ഞാനി അറിയും. പക്ഷേ ജ്ഞാനിക്കാണെങ്കിലും വ്യവഹരിക്കണമെങ്കിൽ ഇത് വേണം. ഈ ചിലർ പറയും ഇതെന്ന് ശരീരത്തെ പറയുന്ന വലിയ ജ്ഞാനികളുണ്ട്. ജ്ഞാനികളല്ലാതെ വാസ്തവത്തിൽ. കാരണം അതിന് വ്യാവഹാരിക സത്ത അത് നമ്മൾ വ്യവഹാരത്തിൽ വ്യാവഹാരിക സത്ത അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ വ്യവഹാരം നടക്കുകയുള്ളൂ. അപ്പം ഈ ശരീരം എൻ്റേതാണെന്നും ഈ ഇന്ദ്രിയങ്ങളൊക്കെ ശരീരം ഞാനാണെന്നും ഇന്ദ്രിയങ്ങളൊക്കെ എൻ്റേതാണെന്നും ഉള്ള ആ ഒരു അധ്യാസത്തോടു കൂടിയാണ് എല്ലാവരും വ്യവഹരിക്കുന്നത്. ഞാനിക്കറിയാം ഇത് അധ്യാസമാണ്, അജ്ഞാനി അറിയുന്നില്ല. അപ്പോൾ ഇതിൽ നല്ല ഉറപ്പായൊരു ബുദ്ധി വരുന്നു. ഓരോന്നിനെ നമ്മൾ പരിശോധിക്കുക, എന്താണ് തൻ്റെ യഥാർത്ഥ സ്ഥിതി. പിന്നെ ജാഗ്രത നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു 7 അംഗങ്ങളോടുകൂടിയ ഒരു സ്ഥൂല ശരീരവും 19 അംശങ്ങളോടുകൂടിയ ഒരു സൂക്ഷ്മ ശരീരമാണ്. അപ്പം ഈ സ്ഥൂല ശരീരത്തിലിരുന്നു കൊണ്ട് ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് വ്യവഹരിക്കും. അത് വെളിയിലോട്ട് പോയി സ്ഥൂല വിഷയങ്ങളിൽ വ്യവഹരിക്കുന്ന ഒരവസരമാണ് ജാഗ്രത നമ്മൾ പറയുന്നത്. അപ്പോൾ ജാഗ്രതയിൽ സ്ഥൂല വിഷയങ്ങളെ അറിയുന്നു. പക്ഷേ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നമ്മൾ ഈ പൂവിനെ അറിയുന്നുണ്ട്, പക്ഷേ പൂ നമ്മുടെ മനസ്സിൽ കയറി വരുന്നില്ല. കണ്ണവിടെ പോയി. ഇപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്പന്ദന ഇവ. നമ്മളൊരു വിഷയത്തെ അറിയുമ്പോൾ മനസ്സ് പോയിട്ട് മനസ്സിൻ്റെ ഒരു സ്പന്ദനം ഉണ്ടാകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്പന്ദന ഇവ, സ്പന്ദനം എന്ന പോലെ പിന്നെ ഒരു വൃത്തി ഉണ്ടാകുന്നു. ഒരു മനസ്സിനൊരു സ്പന്ദനം ഉണ്ടാകും. ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ കയറി വരുന്നു. ഒരിക്കലും ഒരു വിഷയം നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നില്ല, ആ വിഷയത്തിൻ്റെ ഒരു സംസ്കാരമാണ് കയറി വരുന്നത്, അല്ലേ? നോക്കുമ്പോൾ ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്ന അനേക സംസ്കാരങ്ങളോടുകൂടി ഇരിക്കുകയാണ്. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് പോലും ഈ മനസ്സിലാണ്. ഉറക്കം നമ്മൾ ശരീരത്തെ അറിയുന്നില്ലല്ലോ. അതുപോലെ മറ്റൊരു വിഷയം നമ്മൾ വളരെ ഗാഠമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ശരീരത്തെ അറിയുന്നില്ല. അതിനർത്ഥം ഈ ശരീരമില്ലെങ്കിലും ശരീരമില്ലാതെയും മനസ്സിന് നിലനിൽപ്പുണ്ട്. മനസ്സില്ലാതെ പക്ഷേ ശരീരത്തിന് നിലനിൽപ്പ്. നമ്മൾ പറയുന്നത് ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ രുദ്രസൂക്തത്തിലെ പൃഥ്വിമേ ശരീരേ ശ്രുത ശരീരം ഹൃദയം മയി. അപ്പം അഹങ്കാരവൃത്തിയിലാണ് നമ്മൾ ആ ശരീരത്തെ അറിയുന്നത്. ഇതെൻ്റെ ശരീരമാണെന്നുള്ള ബുദ്ധി വരുമ്പോഴേ നമ്മൾ ശരീരത്തെ അറിയുന്നുള്ളൂ. ശരീരം മൈ അത് ഓരോന്നിനെയായിട്ട് നമ്മൾ വിലയിപ്പിക്കുക. അതാണ് അവിടുത്തെ ഒരു പ്രക്രിയ. പറഞ്ഞു വന്നത്, ഈ ശരീരം ഞാനാണെന്നുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ശരീരത്തിൽ ഞാനെന്നൊരു ബുദ്ധി നമുക്കുണ്ടായിട്ടേ ഇല്ല. നമ്മൾ എന്നിട്ടും അതുണ്ട് എന്നങ്ങോട്ട് വിചാരിക്കുകയാണ്, ഇതാണ് ശരീരമെന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു വ്യവഹാരത്തിൽ നമുക്ക് ഞാൻ ശരീരമാണെന്നുള്ള ആ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ശരീരത്തിന് വെളിയിൽ പോയി അനേക വിഷയങ്ങൾ, സ്ഥൂല വിഷയങ്ങൾ അറിഞ്ഞ് അതിൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ജാഗ്രത. ഈ ജാഗ്രതത്തിൻ്റെ അംശം പോലും ഇല്ല സ്വപ്നത്തിലോട്ട് ചെല്ലുമ്പോൾ. ഇത് പൂർണ്ണമായിട്ട് ഇതിനെ വിട്ടിട്ടാണ് സ്വപ്നം കാണുന്നത്. അതായത് ഈ സുഷുപ്തി പുരുഷൻ, ഈ ജാഗ്രത പുരുഷൻ സ്വപ്നത്തിലില്ല. ഞാൻ ജാഗ്രത ഉണർന്നിരുന്ന വിഷയങ്ങൾ അറിയുന്നു, അനുഭവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആ ഒരു അഭിമാനി സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ വേറൊരു അഭിമാനിയാണ് സ്വപ്നാഭിമാനി. ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അഭിമാനിക്കുകയാണ്. അപ്പം സ്വപ്നാഭിമാനിയായ പുരുഷൻ അനേക സൂക്ഷ്മ വിഷയങ്ങളെയാണ് അറിയുന്നത്. ഇവിടെ ഈ സ്വപ്നം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഇത് ഉപനിഷത്തിൽ പറഞ്ഞ പോലെ ഒരു രഥം ഇല്ല, കുതിരയും ഇല്ല, റോഡും ഇല്ല, ഞാനും ഇല്ല. പക്ഷേ ഈ ശരീരത്തോടുകൂടി ഞാനുമില്ല. വേറൊരു ശരീരം കൊണ്ട് ആ സ്വപ്ന ശരീരം കൊണ്ട് നമ്മളൊരു രഥമുണ്ടാക്കി
അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ഒരു റോഡും ഉണ്ടാക്കി അതേ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഈ സ്ഥൂല ശരീരം ഇല്ല, അല്ലെങ്കിൽ സ്ഥൂല പ്രപഞ്ചം ഇല്ലെങ്കിൽ പോലും മാനസികമായ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട്, അതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടെയുള്ള വ്യത്യാസം പറയുന്നതിന് സ്ഥൂല ശരീരത്തെ കൂടാതെ തന്നെ സൂക്ഷ്മ ശരീരത്തിന് നിലനിൽപ്പുണ്ട്. പറഞ്ഞിട്ട് പക്ഷേ ജാഗ്രതയിൽ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും കാലത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ സ്വപ്നത്തിൽ നമ്മൾ അത്രേ കാണുകയുള്ളൂ. പക്ഷേ അവിടെ ഇതിലെ ആ സംസ്കാരം കൊണ്ടല്ലേ കാണുന്നത്. സൂക്ഷ്മ ഒരു കാലത്ത് അനുഭവിച്ച അനുഭവത്തിൻ്റെ ആ ഒരു സംസ്കാരം അവിടെ വിഷയമില്ലല്ലോ. വിഷയമില്ലാതെ തന്നെ നമ്മൾ അറിയുന്നുണ്ട് എന്നാണ്. കുറുപ്പച്ചനില്ലാതെ തന്നെ കുറുപ്പച്ചനെ കാണുന്നുണ്ട് സ്വപ്നം. കുറുപ്പച്ചൻ വേണ്ട, പണ്ട് കണ്ടതാണ്, അതാണതിന് കാരണം എങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥൂല ജാഗ്രത പ്രപഞ്ചത്തിന് കാരണം കഴിഞ്ഞ ജന്മത്തെ സംസ്കാരവും സ്വപ്നത്തിന് കാരണം ഈ ജന്മത്തെ സംസ്കാരവുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്കാരമാണ്. ഈ വെറുതെ ഒരു സംഗതി ഉണ്ടാകത്തില്ലല്ലോ. ഇപ്പം ഒരു ഭാവം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം. അപ്പം അങ്ങനെ നമ്മൾ കാണുന്നുള്ളൂ, കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. കാണാമായിരിക്കും. ഇത് ഈ ജന്മത്തെ അല്ല, സ്വപ്നം എത്രയോ ജന്മങ്ങളുണ്ട് നമുക്ക്. ആ ജന്മങ്ങളുടെയൊക്കെ സംസ്കാരം മനസ്സിലിരിക്കുകയല്ലേ, അതാണ് സ്വപ്നമായിട്ട് പരിണമിക്കുന്നത്. ഏതെങ്കിലും ഒരു ജാഗ്രത സമയത്തുണ്ടായ അനുഭവം ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ 15 ജന്മം വരെ കാണുമെന്ന് നമ്മൾ സാമജിയുടെ. അപ്പോൾ അങ്ങനെയുള്ള സംസ്കാരം നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. അതിലേതെങ്കിലും ഒരു സംസ്കാരം വ്യക്തമാകാൻ പാകമായിരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ കാണും. ജാഗ്രതത്തിലെ സംഗതികളുടെ സ്മരണ സ്വപ്നത്തിലും സ്മരണയല്ലല്ലോ അത്. സ്വപ്നം കാണുമ്പോൾ ഇത് സ്വപ്നത്തിൽ കാണുമ്പം ജാഗ്രതത്തിൽ അനുഭവിച്ച് കണ്ടതാണല്ലോ എന്നോർമ്മ വരുമോ? എന്നോർമ്മ വരത്തില്ല. ജാഗ്രതയിൽ ഓർമ്മ വരും. കാരണം ഈ സ്വപ്നപുരുഷന്, ഈ ജാഗ്രത പുരുഷൻ സ്വപ്ന പുരുഷനിൽ ലയിച്ചു പോകും. അവിടെ ഇല്ല ആ പുരുഷൻ. അതേസമയം സ്വപ്നപുരുഷന് ജാഗ്രതയിൽ ലയിക്കാൻ പറ്റത്തില്ല. ഇത് സ്ഥൂലമാണ്, അത് സൂക്ഷ്മമാണ്. അപ്പോൾ ഈ സ്വപ്നം കണ്ടു എന്ന് ഞാൻ അഭിമാനിക്കുന്ന പുരുഷൻ ജാഗ്രതയിലേക്ക് വരും. അതേസമയം ഉണർന്നിരുന്ന് ഞാനിത് അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആ ജാഗ്രതാഭിമാനായ പുരുഷൻ സ്വപ്നത്തിലേക്ക് പോകുന്നില്ല. സുഷുപ്തിയിലായിട്ട് ഇവരാരും പോകുന്നില്ല. രണ്ട് വൃത്തികൾ അല്ലേ? ആ അന്ധകരണം നമ്മുടെ ബുദ്ധി. ഇതെല്ലാം നമ്മൾ ഈ ബൃഹദാരണ്യത്തിൽ പഠിക്കുന്നത് ഇതെല്ലാം ഈ വിജ്ഞാനമയനായ ഒരാത്മാവാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല, ആ വിജ്ഞാനമയനെ അറിയുന്നേ ഇല്ല. ഈ വിജ്ഞാനമയനെന്നൊരാളുണ്ട്, അതാണ് ജീവൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം. അത് ബ്രഹ്മത്തിൻ്റെ ഒരു പ്രകാശം മാത്രമാണ്, പ്രതിബിംബം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ വിജ്ഞാനമയനെ നമ്മൾ അറിയുന്നില്ല, ഈ ചിതാഭാസനെ മാത്രമേ അറിയുന്നുള്ളൂ. വിജ്ഞാനമയൻ്റെ ഉപാധി എന്ന് പറയുന്നത് അന്ധകരണം. അന്ധകരണ ഉപഹിത ചൈതന്യം ബ്രഹ്മവും അന്ധകരണ വിശിഷ്ട ചൈതന്യം ജീവനും. ആ അറിവാണ്, ആ അറിവോടുകൂടിയ വിശേഷ അറിവോടുകൂടിയ ആ പുരുഷനാണ് ജീവൻ. ചിതാഭാസൻ എന്ന് പറയുന്ന ജാഗ്രതത്തിലുള്ള അഭിമാനി പുരുഷന്. അത് നമ്മൾ ഇതിൻ്റെ പഞ്ചദശി നല്ലപോലെ പഠിച്ചു. അത് പ്രാരബ്ധകർമ്മം ജാഗ്രത അനുഭവിച്ച് തന്നെ തീരുന്നു. അല്ലാതെ അങ്ങനെ സ്വപ്നം കൊണ്ടൊന്നും ഒരു പ്രയോജനം. ആ ശരീരം ബോധത്തോടു കൂടി ഇരിക്കുമ്പോഴേ അനുഭവിക്കാൻ പറ്റും, അനുഭവിച്ച് തീരാൻ പറ്റും. സ്വപ്നത്തിൽ പ്രയോജനമുണ്ട്. അല്ല, സ്വപ്നത്തിലൊരു പ്രയോജനമുണ്ട്. ഞാനിങ്ങനെയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? ഞാനിപ്പോൾ ഒരു ഭയങ്കര പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിചാരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ജന്മം ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ കഴിഞ്ഞ ജന്മം പണ്ട് ഏതോ ഒരു ജന്മത്തിൽ ചെയ്തിട്ടെന്നറിയാം. നമ്മുടെ അനുഭവങ്ങളെ ഒന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് പരിശോധിക്കാം നമുക്ക് സ്വപ്നം കൊണ്ട്. വരത്തില്ല. ഇപ്പം കണ്ടില്ലെങ്കിൽ
സങ്കല്പിച്ചതോ ഭാവന ചെയ്തോ അത് വരാം. ചെയ്യണം എന്ന് തന്നെ ഇല്ലല്ലോ. ചെയ്യുക എന്ന് പറഞ്ഞാൽ മനഃകൃതം കൃതം രാമ എന്ന ശരീരകൃതം കൃതം. സങ്കല്പവും ഭാവനയെല്ലാം മനസ്സുകൊണ്ടാണ്, മനസ്സിലാണല്ലോ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിലോട്ട് വരണമെന്ന് നിർബന്ധമില്ല. മനസ്സിൽ വരുന്നതാണ് ശരിയായ വരവ്. അങ്ങനെ സ്വപ്നത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നമ്മൾ ഉറക്കത്തിലോട്ട് പോവുകയാണ്. അപ്പം ഇതൊന്നും അവിടോട്ട് കയറി നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി മനനം ചെയ്യുമ്പം ജാഗ്രതയും സ്വപ്നവും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പിൻവാങ്ങിയ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ വരുമ്പം എന്തായിരിക്കും? എത്ര സുപ്തോ ന കഞ്ചന കാമം കാമേതേ ന കഞ്ചന സ്വപ്നം പശ്യതി തൽ സുഷുപ്തം സുഷുപ്തസ്ഥാനൈകീഭൂത പ്രജ്ഞാനഘനേവ ആനന്ദമയോ ഹി ആനന്ദഭുക് ചേതോ മുഖപ്രാജ്ഞസ്തൃതീയപാദ. ഇവിടെ മറ്റേ രണ്ടിലും തുടങ്ങുന്നത് ജാഗ്രതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ, സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞ. ഇവിടെ തുടങ്ങിയിരിക്കുന്ന എത്ര സുപ്തോ ന കഞ്ചന കാമം കാമേത്. അങ്ങനെ പിന്നെ വന്നിരിക്കുന്നത് സുഷുപ്തസ്ഥാനം. സുപ്തോന കഞ്ചന കാമം കാമേത്. ഇപ്പം സുഷുപ്തിയെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. സുഷുപ്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? സുഷുപ്തി നമ്മളൊന്നും അറിയുന്നില്ല. എന്നാൽ കഞ്ചന കാമം കാമേത് എത്ര, അതായത് യാതൊരിടത്ത് സ്ഥിതി ചെയ്താണോ, യാതൊരു കാലത്തിലാണോ ഒരാൾ സ്വപ്നം, അല്ലെങ്കിൽ ഇതിനെയാണ് സ്വപ്നമെന്ന് സുഷുപ്തി എന്ന് പറയുന്നത്. ഏതാണ്, എവിടെയാണ്, എത്ര, യാതൊരു സ്ഥലത്താണ്. നമ്മൾ സ്വപ്നം കാണുന്ന കണ്ടത്തിലിരുന്നാണ്. ജീവൻ്റെ സ്ഥാനങ്ങളിൽ അത് ഓരോ സെൻറ്റർ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജാഗ്രത കണ്ണിലും സ്വപ്നത്തിലെ കണ്ഠത്തിലും സുഷുപ്തിയിലെ ഹൃദയത്തിലുമാണെന്നാണ്. അതാണ് നമ്മൾ ഉറങ്ങുമ്പോൾ തലതാണ് പോകുന്നത്. അവിടെ നമ്മുടെ മനസ്സില്ല, അതുകൊണ്ട് നമ്മൾ താണു പോകുന്നു. അപ്പം അങ്ങനെ എത്ര ഈ കണ്ഠത്തിലിരുന്ന് ഹൃദയത്തിലിരുന്ന് യാതൊരു കാലത്ത് നമ്മളെപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്ത്, ഇപ്പോൾ കണ്ഠത്തിലേക്ക് ചെന്നു ഇപ്പോൾ ഉറങ്ങിയ സമയത്ത് എത്ര സുപ്തഹ എന്നാൽ കഞ്ചന കാമം കാമേത്. ഒരു കാമവും ഇല്ല. കാമം കർമ്മം എന്നാണല്ലോ. അപ്പം കാമമാണ് പ്രവൃത്തിക്ക് അവിദ്യ കാമകർമ്മം. അപ്പോൾ കാമമാണ് പ്രവൃത്തിക്ക് കാരണം. കാമത്തിന് കാരണം അവിദ്യയാണ്. അവിദ്യക്ക് കാരണം അവിദ്യ കൊണ്ട് കാമം സാധിക്കാൻ വേണ്ടി പ്രവൃത്തി കൊണ്ട് സുഖദുഃഖങ്ങൾ. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു കാമത്തെയും കാമിക്കുന്നില്ല, ഒരു വിഷയത്തെയും കാമിക്കുന്നില്ല. ഉറക്കത്തിലിരുന്ന് ആരും ഒന്നും ആഗ്രഹിക്കുന്നില്ല. നല്ല വിശന്ന് കിടക്കുന്ന ഒരാളെ എനിക്ക് കുറച്ച് ആഹാരം കിട്ടിയിരുന്നില്ലെന്ന് വിചാരിക്കുന്നില്ല. ഉറങ്ങിയപ്പോൾ ആ കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സ് വിട്ടു. അപ്പോൾ ആ ഒരു വിട്ട് കഴിഞ്ഞപ്പം പിന്നെ വിശപ്പ് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഒരു വികാരവും അറിയുന്നില്ല. അതുകൊണ്ട് കഞ്ചന കാമം കാമേതേ, ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാത്തതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. കാമേതേ എന്നാൽ കഞ്ചന സ്വപ്നം പശ്യതി. ഇനി സ്വപ്നവുമില്ല. സ്വപ്നം സൂക്ഷ്മ ശരീരത്തിലിരുന്ന് കാണുന്നതാണ്. സ്വപ്നവുമില്ല. അതായത് ജാഗ്രത പ്രപഞ്ചത്തോട് അനുഭവപ്പെടുന്നില്ല, സ്വപ്ന പ്രപഞ്ചത്തോട് അനുഭവപ്പെടുന്നില്ല, സ്ഥൂല വിഷയങ്ങളും അനുഭവപ്പെടുന്നില്ല, സൂക്ഷ്മ വിഷയങ്ങളും അനുഭവപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു സുഷുപ്തി എന്ന് പറയുന്നത്. അത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഒരു അനുഭവം ഇല്ലാത്ത ഒരവസ്ഥ. അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? ഓർക്കിപ്പം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവ ആനന്ദമയോ. സുഷുപ്തസ്ഥാന ഏകീഭൂത, നമ്മൾ കണ്ടിരുന്ന അനേകം സംഗതികൾ, നമ്മുടെ അന്ധകരണം ഇങ്ങനെ ഓരോ വിഷയമായിട്ട് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്പന്ദനമെല്ലാം ഓരോ വിഷയമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. ഇതിനെല്ലാം എന്ത് സംഭവിച്ചു? ഏകീഭൂത, എല്ലാം കൂടെ ഒന്നായിത്തീരും. അതെല്ലാം കൂടി ഏകീഭൂതമായി. അതായത് ഒരു വിഷയത്തെ അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഇവിടെ ആചാര്യസ്വാമികൾ. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുക, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇരുട്ട് വന്നു, പെട്ടെന്ന് രാത്രി വന്നപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. ആരും ആരെയും അറിയുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇത്രയും പേര് ഇരിപ്പുണ്ടെന്നോ ഈ കെട്ടിടമുണ്ടെന്നോ ഒന്നും അറിയുന്നില്ല.
അപ്പോൾ ഒന്നും അങ്ങനെ അതാണിപ്പോൾ എല്ലാം കൂടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഇത്രയും വിഷയങ്ങളുണ്ട്, പക്ഷേ ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും അറിയുന്നില്ല, അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൂക്കൊട്ട ഇരിക്കുന്നു, പൂക്കൊട്ടയായിട്ടല്ല നമ്മുടെ മനസ്സിലിരിക്കുന്നത്, ഇല്ലേ? പൂക്കൊട്ട അവിടെ ഇരിക്കുന്നത്, നമ്മുടെ മനസ്സിലതിൻ്റെ സംസ്കാരമേ ഉള്ളൂ. ഹൃദയം സ്പന്ദിച്ചു, നമ്മുടെ അന്ധകരണം പോയി ആ വിഷയാകാരമായിട്ടൊന്ന് സ്പന്ദിച്ചു. ആ സ്പന്ദനമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്, അല്ലാതെ ഈ വിഷയം കയറിയിരിക്കുന്നില്ല. അപ്പോൾ ഏകീഭവിക്കുമ്പോൾ എന്താണ് ഏകീഭവിക്കുന്നത്? ഈ സംസ്കാരം എല്ലാം കൂടെയാണ് ഒരുമിക്കുന്നത്, അല്ലാതെ ഈ വിഷയമെല്ലാം കൂടെ അല്ല. ആ വിഷയ സംസ്കാരം മനസ്സിലിരുന്നത് അതെല്ലാം കൂടെ ഒന്നിച്ചു. ഈ വിഷയ സംസ്കാരം എന്ന് പറയുന്ന വിശേഷ ജ്ഞാനരൂപം അത്. അപ്പം വിശേഷ ജ്ഞാനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഏകീഭൂതമായിട്ടിരുന്നു. അതിനെ പ്രജ്ഞാനഘന, അവിടെ പ്രജ്ഞാനഘനമാണ്. ഘനം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം, പ്രജ്ഞാനം മാത്രമേ ഉള്ളൂ. ഈ വിഷയമില്ല, നിങ്ങളാരും എൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്നില്ല. ഉറക്കത്തിൽ ഈ നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലല്ലേ അതെങ്ങനെ ഒന്നിക്കുന്നു എന്ന് തോന്നുന്നു. നിങ്ങളുടെ ബോധമായിരുന്നു ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ഇത്രയും പേരുടെ ബോധം അതെല്ലാം കൂടെ ഒന്നിച്ച് ഏകീഭൂതമായി തീർന്നു. അവിടെ പ്രജ്ഞാനം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിന്നൊരു അറിവ്, വിമണിന്നൊരറിവ്, ഇങ്ങനെ പല അറിവുകളാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ആ അറിവെല്ലാം കൂടെ ഒന്നിച്ച് പ്രജ്ഞാനഘന ഒന്നായി തീർന്നു. പ്രജ്ഞാനഘന ഏവ ആനന്ദമയ, അവിടെ ആനന്ദമയനാണ്. ആ ജീവൻ ഒരു ദുഃഖവും ഇല്ല. എത്ര അതിഭയങ്കര ദുഃഖം വന്ന് നമ്മളൊരു അനുഭവം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗം കൊണ്ടോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒന്നും വലിയ സങ്കടം വരുമ്പോൾ ഉറങ്ങും മനുഷ്യൻ. അതാണ് ഈശ്വരൻ്റെ ഒരു അങ്ങനെ ഒന്ന് മയങ്ങിക്കഴിയുമ്പം, ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ദുഃഖമില്ല, അറിയുന്നില്ല. വളരെ സന്തോഷം, നമുക്ക് ലോട്ടറി അടിച്ചു എന്നൊരു സന്തോഷം. ഉറക്കം വന്നപ്പോൾ ലോട്ടറിയും ഇല്ല, പണവും ഇല്ല, ഒന്നുമില്ല, എല്ലാം ലയിച്ചു. അവിടെ യാതൊരു ദുഃഖമില്ലാത്തത് കൊണ്ട് അത് ആനന്ദമയനാണ്, അല്ലാതെ ആനന്ദമല്ല. ആനന്ദം അതിനെപ്പറ്റി പിന്നെ ബ്രഹ്മസൂത്രത്തിലൊരു തർക്കമുണ്ട്. ആനന്ദമയോ അഭ്യാസ എന്നാണ് സൂത്രം. അപ്പം അതിന് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ട് ആചാര്യസ്വാമികൾ എഴുതിയിട്ടുണ്ട്. എനിക്കിവിടെ ശകലം പറയാനുണ്ട് എന്ന് പറഞ്ഞ്, ആനന്ദമയനല്ല അഭ്യസിച്ചിരിക്കുന്നത്, ആനന്ദമാണ് അഭ്യസിച്ചിരിക്കുന്നത്. അപ്പം ആനന്ദമയൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നിൻ്റെയും കൂടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പം ആനന്ദമയനാണ് ആനന്ദം, കേവല ആനന്ദമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ആനന്ദമയ, യാതൊരു ദുഃഖവുമില്ലാതെ ആനന്ദമായിട്ടിരിക്കുന്നു. ആനന്ദമയേവ ആനന്ദഭുക്, അവിടെ അനുഭവിക്കുന്നുണ്ട്, അനുഭവമുണ്ട്. എന്താ അനുഭവം? ആനന്ദഭുക്കാണ്. കാരണം ആനന്ദത്തെ അറിയുന്നു. ഉണർന്നു വരുമ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് അറിയുന്നുണ്ടല്ലോ. ആ സുഖം എന്ന് പറയുന്ന ആനന്ദത്തെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ആനന്ദഭുക്. മറ്റിടത്തെല്ലാം സ്ഥൂലഭുക്, പ്രവിവിക്തഭുക്, ഇവിടെ ആനന്ദഭുക്. ആനന്ദം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങുകയാണ്. അതാണ് സുഷുപ്തി. അതാണ് തൃതീയ പാദം, മൂന്നാമത്തെ പാദം. അത് ചേതോമുഖനാണ്. ആനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖൻ എന്ന് പറഞ്ഞാൽ ഈ ഉണർന്നു വരാനുള്ള സംസ്കാരം മനസ്സിലുണ്ട്, ആ ഒരു ചൈതന്യം മനസ്സിലുണ്ട്. ആ ചൈതന്യം കൊണ്ട് ഈ നമ്മൾ ഉണർന്നു വരുന്നുണ്ട്. ആ ഉണരാനുള്ള ആ ഒരു ചൈതന്യം, ഒരു സംസ്കാരം മനസ്സിലുണ്ട്. കാരണം ചൈതന്യ രൂപമാണ് ഇതെല്ലാം നമ്മൾ ഒരാളെ കാണുന്നു എന്ന് പറയുന്നത് പിന്നെ ജഡത്തിലല്ലല്ലോ കാണുന്നത്, ചൈതന്യനായിട്ടാണ്. അപ്പോൾ ആ ചൈതന്യത്തോടു കൂടിയാണ് ഇത് ഏകീഭൂതമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ചേതോമുഖനാണ്. ഉണർന്നു വരാനുള്ള സംസ്കാരം അതിലുള്ളതുകൊണ്ട് ചേതോമുഖ പ്രാജ്ഞ എന്നുള്ളതിന് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. പ്രകർഷേണ, ഞാൻ നല്ലതുപോലെ അറിയുന്നവൻ. പിന്നെ അജ്ഞനെന്നും ഒന്നും അറിയാത്തവൻ. ഉറക്കത്തിലൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ ഉറക്കത്തിലൊന്നും അറിയുന്നില്ല എന്ന് അംഗീകരിക്കുന്നില്ല. ഉറക്കത്തിലെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ആചാര്യം പറയും, നമ്മളിപ്പോൾ ഉറക്കത്തിൽ നമുക്ക് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പം ഒരാളുടെ ഈ വേദാന്ത അഭ്യാസം കൊണ്ട് ഒരാളുടെ അജ്ഞാനം നശിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണല്ലോ മൂടിയിരിക്കുന്നത്.
ഉറക്കത്തിൽ എന്താണ് എന്ന് നമ്മളറിയാത്തത് എന്തുകൊണ്ടാണ്? അജ്ഞാനമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അജ്ഞാന നാശം വന്നാലോ? ഉറങ്ങുമ്പോൾ അജ്ഞാനമുണ്ടോ? അപ്പോൾ ഉറങ്ങുമ്പോൾ ആ കേവല ബോധം അത് എന്താണ് അവിടെ എന്ന് കൃത്യമായിട്ട് നല്ലപോലെ അറിയാൻ സാധിക്കും. അജ്ഞാനമില്ല. അതുകൊണ്ടാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. ഞാനീ ഉണർന്നു വരുമ്പോൾ ഞാനീ സുഷുപ്തിയിൽ ഉണർന്നു വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണോ? ഒരു വിഷയം അറിയുന്നില്ലല്ലോ. ഇതിലും ഒരു വിഷയം അറിയുന്നില്ലല്ലോ. ജ്ഞാനമുണ്ടോ? ബുദ്ധി നശിക്കുമ്പോൾ ആ ഞാനിതാ കാരണശരീരം നശിച്ചിട്ടുണ്ട്. കാരണശരീരം പിന്നെ ആത്യന്തിക നാശമല്ലല്ലോ ഇവിടെ. അതുകൊണ്ടല്ലേ ശരീരം പതിക്കാത്തത്. സ്വരൂപനാശമല്ല വരുന്നത്. അതുപോലെ ഇവിടെ ഈ ആനന്ദഭുക്കാണ്. ആനന്ദഭുക്കാണ്. സദ്ഭാവം വിദ്ഭാവം ആനന്ദഭാവം. സദ്ഭാവം വിദ്ഭാവം അറിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. സൽഭാവം ഒരിക്കലും പറയത്തില്ലല്ലോ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ സൽഭാവം വേണ്ടേ? അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ ചിൽഭാവം വേണ്ടേ? ഇത് ഒരിക്കലും മറന്നിട്ടില്ല. സൽഭാവവും ചിൽഭാവവും ഒരിക്കലും മറന്നില്ല. ആനന്ദഭാവമാണ് മറന്നിരിക്കുന്നത്. അത് ആനന്ദഭുക്കായിട്ടവിടെ പറയുന്നു. ആനന്ദഭുക്കെന്നത് ആനന്ദമയൻ എന്ന് പറഞ്ഞില്ലേ? ആനന്ദമയനാണ്. അപ്പം വേറെന്തോ കൂടെ ഉണ്ട്. പൂർണ്ണമായ ആനന്ദമല്ല, കേവല ആനന്ദമല്ല, ഒരു ആനന്ദമയൻ എന്ന് പറഞ്ഞാൽ ഒരല്പം ഒന്നും അറിയുന്നില്ല എന്നുള്ള ചിത്ഭാവം അവിടെ ഈ ജീവൻ അവിദ്യയെ അവിദ്യയാണ്. ഒന്നും അറിയുന്നില്ല. സത്യം ചിത്തും ഒരിക്കലും മറന്നിട്ടില്ല. കാരണം നമ്മൾ അറിയുന്നില്ലേ ഇല്ല. നമ്മൾ അജ്ഞാനിയും അറിയുന്നുണ്ട്, ജ്ഞാനിയും അറിയുന്നുണ്ടല്ല. അജ്ഞാനിക്കും എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല. അറിയുന്നില്ല എന്നറിയുന്നില്ലേ? ഞാൻ ഉണ്ടെന്ന് അറിയുന്നില്ലേ? സ്മൃതിയല്ലേ ഉണ്ടാകുന്നത്, അല്ലാതെ പുതുതായിട്ട് ഉണ്ടാവുകയല്ലല്ലോ. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചതിനെ അറിയുക. അപ്പം ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എന്നൊരു ബോധമുണ്ടല്ലോ. ഉണ്ട്. ആരാ അറിയുന്നേ? ഞാനല്ലേ അറിയുന്നേ. അപ്പം ഞാനില്ലെങ്കിൽ എങ്ങനെ ആ ഉറക്കത്തിൽ ഞാനില്ലെങ്കിൽ ഞാനെന്നുള്ളത് ഒരിക്കലും അറിയുന്നില്ല. ജീവനെ സംബന്ധിച്ച് അല്ല, ജീവൻ വിഷയം അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. എന്നെ അറിയാതിരിക്കുന്നില്ലല്ലോ. എന്നെ അറിയുന്നതുകൊണ്ടല്ലേ ഞാൻ ഉണർന്നു എന്നൊന്നും പറയുന്നത്. അപ്പം ഞാൻ എന്നുള്ളത് ഒരിക്കലും അറിയുന്നില്ല. എൻ്റെ സദ്ഭാവവും അറിയുന്നില്ല, ചിത്ഭാവവും അറിയുന്നില്ല. അറിവെന്ന് പറയുന്നത് നമ്മൾ അറിയുന്നു എന്ന് ചിത്ഭാവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിത് അറിയുന്നത് ഞാനല്ലേ. ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതിന് ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നൊരനുഭവം നേരത്തെ ഉണ്ടാകണമല്ലോ. അപ്പം ഞാനുണ്ട്, ഇതറിഞ്ഞ ഞാനുണ്ട്, അനുഭവിച്ച സുഖവുമുണ്ട്. ഈ ചിൽഭാവം ഇല്ലെങ്കിൽ എങ്ങനെ സുഖം ഉണ്ടാവും? സുഖത്തെ അറിയും. അപ്പം ഇതിനെല്ലാം രണ്ടും പ്രകാശിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു എന്ന് പറയുന്നിടത്ത് ഞാനും പ്രകാശിക്കുന്നുണ്ട്, സുഖവും പ്രകാശിക്കുന്നുണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ച് പ്രാജ്ഞനെന്നല്ലേ പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പിന്നെ ഈ നമ്മുടെ വിദേഹമുക്തി വരുന്നത് വരെ ഇതിനൊന്നും അരൂപനാശം സംഭവിക്കുന്നില്ല. പക്ഷേ സത്യമല്ലെന്നറിയും. ഉപാധിയുള്ളതുകൊണ്ട് നമ്മളത് അതെ ജ്ഞാനഘനെ അറിയാനീ പിന്നെ ഇതെല്ലാം പ്രജ്ഞാനഘനമായിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ വിശേഷമായിട്ട് അറിയുന്നില്ല. ഒരു വിശേഷ ബോധവും ഇല്ല. എല്ലാം പിന്നെ ഇങ്ങനെ ഏകീഭൂതമായിട്ട് ഇരിക്കുന്നു എന്ന് അറിയുന്നുണ്ട് അല്ലേ. ഏകീഭൂതമായിട്ടിരിക്കുന്നു എന്നല്ല, അതിൻ്റെ സംസ്കാരം മനസ്സിലുണ്ട്. അതിനെ ഒന്നും അറിയുന്നില്ല എന്നല്ലേ. നമ്മളെന്തിനെ അറിയുന്നില്ല എന്നാണ് അറിയുന്നത്? ഞാനൊന്നും അറിയാതെ ഉറങ്ങിയെന്ന് പറയുന്നത് ഈ അറിയാഴിക എന്നുള്ളത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? വിഷയങ്ങളെയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ വിഷയമല്ല, പക്ഷെ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എൻ്റെ പുസ്തകം ഇരിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ
വിഷയമെല്ലാം ഉണ്ട്, പക്ഷേ അറിയാൻ ത്രിപുടി പറ്റും. അവിടെ ഉണ്ട്, ഏ? സുഷുപ്തിയിലും ത്രിപുടിയുണ്ട്. ആ ത്രിപുടിയല്ലത്. ത്രിപുടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞു എന്ന് വരണം. ഇപ്പം ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് ജീവഭാസ്യമല്ല. ജീവഭാസ്യം എന്ന് പറഞ്ഞാൽ അന്നേരം അറിയണമല്ലോ. അല്ല, ഞാൻ അറിയുന്നു എന്നുള്ളതാണ് ജീവഭാസ്യം. ഇപ്പം ജീവൻ ഭാസിപ്പിക്കുന്നത് ഇപ്പം ഞാനിത് അറിയുന്നു, അല്ലെങ്കിൽ ഞാനിത് പറയുന്നു, ഞാനിത് കേൾക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ത്രിപുടിയുണ്ട് അവിടെ. ഞാനാണ്, എൻ്റെ അഹങ്കാരവൃത്തിയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്. അതാണ് പിന്നെ ജീവഭാസ്യം. സാക്ഷിഭാസ്യമാണ് ഉറക്കം, അവിടെ ജീവഭാസ്യമല്ല. സാക്ഷിഭാസ്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ അറിയുന്നുണ്ടെങ്കിലും ഉണർന്നു വരുമ്പോഴാണ് നമ്മൾ മറ്റേന്താ ഒന്നും അറിയാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു അനുഭവം, ഞാൻ ഒന്നും അറിയാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിൽ ഈ അഹങ്കാരവൃത്തി വരുന്നില്ലല്ലോ. അഹങ്കാരവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അവിടെ നമ്മളിങ്ങനെ അജ്ഞാനത്തെ അറിയുന്നു എന്നറിയുന്നുണ്ടോ? ഇല്ല. അജ്ഞാനം പ്രകാശിപ്പിക്കപ്പെട്ടു. അത് സാക്ഷിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. നമ്മളറിയാം, നമ്മുടെ എല്ലാ അറിവുകളിലും സാക്ഷിഭാസ്യമെന്നും ജീവഭാസ്യമെന്നും രണ്ടുണ്ട്. ഈ ജീവഭാസ്യം പോലും സാക്ഷിയാണ് ഭാസിപ്പിക്കുന്നത്. അല്ല ജീവന് കിട്ടിയത് ഈ സാക്ഷി എന്നുള്ള സാക്ഷിഭാസ്യമേ ഉള്ളൂ. വാസ്തവത്തിൽ സാക്ഷിഭാസ്യമാണല്ല. പ്രാജ്ഞ തൃതീയ പാദഃ, ഇപ്പം 3-ാമത്തെ പാദത്തിലെത്തി. എത്ര യസ്മിൻ സ്ഥാനേ കാലേവ യസ്മിൻ സ്ഥാനെ. ഇവിടെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഈ വ്യക്തിപരമായിട്ടുള്ളത് വ്യഷ്ടിയുടെ ഒരു വ്യഷ്ടിയും സമഷ്ടി ഒരുമിച്ചെടുക്കണമെന്ന് പറയും. അപ്പം സമഷ്ടിയിൽ എവിടെ ഇരിക്കും ഈ പിന്നെ ഉറങ്ങുമ്പം? ഈശ്വരൻ ഉറങ്ങുമ്പോൾ എവിടെ ഇരിക്കും? ജീവൻ ഉറങ്ങുമ്പം മായയിൽ ലയിച്ചു, അല്ല അവിദ്യയിൽ ലയിച്ചു. ഈശ്വരൻ ഉറങ്ങുമ്പോഴോ മായയിൽ ലയിച്ചു. അപ്പം കാരണത്തിൽ ലയിക്കുക, ജീവനായാലും ഈശ്വരനായാലും കാരണത്തിൽ ലയിക്കുകയാണ് സുഷുപ്തി. കാരണത്തിൽ ലയിക്കുക, ജീവൻ്റെ കാരണം അവിദ്യ, ഈശ്വരൻ്റെ കാരണം മായ. ഈ ഈശ്വരൻ ഈ കാര്യങ്ങളെല്ലാം കാരണത്തിൽ ലയിച്ചു. ആ ഒരവസ്ഥയാണ് ഉറക്കം, സുഷുപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ യസ്മിൻ സ്ഥാനെ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ സുഷുപ്തി സ്ഥാനമെന്ന് പറയുന്ന ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇരുന്നിട്ട് കാലെ എപ്പോഴാണോ ഉറങ്ങുന്നത്, ഈ ഹൃദയത്തിൽ വന്ന് എപ്പോഴാണോ ഈ ജീവൻ ഉറങ്ങുന്നത്, ആ സമയം കഞ്ചന കാമം കാമേത് കഞ്ചന സ്വപ്നം വെച്ച് ഒരു വിഷയം, സ്ഥൂലമോ സൂക്ഷ്മമായോ ഒരു വിഷയവും അവിടെ പ്രകാശിക്കുന്നില്ല. നഹി സുഷുപ്തേ പൂർവയോരിവ അന്യഥാഗ്രഹണലക്ഷണം സ്വപ്നദർശനം കാമോ വ കശ്ചന വിദ്യതേ. അവിടെ ഈ സുഷുപ്തി കാലത്തിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, സുഷുപ്തിക്ക് മുമ്പുണ്ടായിരുന്നത് പോലെ അന്യഥാഗ്രഹണ ലക്ഷണം സ്വപ്നദർശനം. അന്യഥാഗ്രഹമാണ് സ്വപ്നം അന്യഥാഗ്രഹണം, ജാഗ്രതും അന്യഥാഗ്രഹണം. രണ്ടും ശരിയായിട്ട് ഗ്രഹിക്കുന്നില്ല, അന്യഥയാണ് ഗ്രഹിക്കുന്നത്. കാമോവാന കശ്ചന വിദ്യതേ തദ്ദേതൽ സുഷുപ്തം സ്ഥാനം അസ്യേത് സുഷുപ്ത സ്ഥാനഃ. അവിടെ ഒരു ചെറിയ അവതാരി ഉണ്ട്, നമ്മൾ വായിച്ച്. ദർശനാദർശനവൃത്യോः തത്വാപ്രബോധലക്ഷണസ്യ സ്വാപസ്യ തുല്യത്വാത്. ദർശനാദർശനവൃത്യോः, ഇപ്പം ഈ സ്വപ്നത്തിലും ജാഗ്രതത്തിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിളിക്കാതെ സ്വപ്നത്തിലും കാണുന്നുണ്ട്, ജാഗ്രതത്തിൽ നമ്മൾ വിഷയങ്ങൾ കാണുന്നുണ്ട്. ദർശനം അവിടെ രണ്ടിടത്തും ഉള്ളത് അന്യഥാഗ്രഹണമാണ്. അപ്പം അദർശനമോ എന്ന് പറഞ്ഞാൽ ഉറക്കം, ഒന്നും കാണുന്നില്ല. തത്വാപ്രബോധലക്ഷണസ്യ സ്വാപസ്യ തുല്യത്വാത്. ഇവിടെ എല്ലാം ഉറങ്ങുകയാണ് വാസ്തവത്തിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സുഷുപ്തിയിലും ഉറങ്ങുകയാണ്, സ്വപ്നത്തിലും ഉറങ്ങുകയാണ്, ജാഗ്രതത്തിലും ഉറങ്ങുകയാണ് നമ്മൾ. കാരണം തത്വാപ്രബോധലക്ഷണസ്യ സ്വാപസ്യ തുല്യത്വാത്. ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? തത്വ ലക്ഷണം. തത്വത്തെ അറിയുന്നില്ല എന്നുള്ളതാണ് ഉറക്കം. തത്വത്തെ നമ്മൾ ഒരിടത്ത് ഒന്നും അറിയുന്നില്ല, ഒരിടത്ത് അന്യഥാഗ്രഹിക്കുന്നു. രണ്ടിടത്തും തത്വം അറിയുന്നില്ല. തത്വം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതാണ് തത്വം. ആ
ആ തത്വമില്ലെങ്കിൽ ആ വസ്തുവില്ല. അപ്പോൾ അങ്ങനെയുള്ള യാതൊന്നാണോ അതാണ് തത്വം. ഇപ്പം നമ്മളെന്താണ് എന്തെടുത്താലും ആ പിന്നെ ബോധത്തിലല്ലേ അറിയുന്നത്. ബോധമില്ലെങ്കിൽ ആ വസ്തുവുണ്ട്. അപ്പം യാതൊന്നില്ലെങ്കിൽ ആ വസ്തുവേ ഇല്ലയോ അതാണ് തത്വം അതിൻ്റെ. അപ്പം അങ്ങനെയുള്ള തത്വത്തെ അന്യഥാ ഗ്രഹിക്കുക തത്വം അറിയാതിരിക്കുക എന്നുള്ളത് മൂന്നിടത്തും ഒരുപോലെ. ജാഗ്രതത്തിൽ സ്വപ്നത്തിലും സുഷുപ്തിയിലും അന്യഥാഗ്രഹണോ, ജാഗ്രതത്തിൽ ഗ്രഹണമേ ഇല്ല. സ്വപ്നത്തിൽ സുഷുപ്തിയിൽ ഗ്രഹണമേ ഇല്ല, ഒന്നും അറിയുന്നില്ല, ദർശനം. അതുകൊണ്ട് സുഷുപ്തി ഗ്രഹണാർത്ഥം എത്ര സുപ്ത ഇത്യാദി വിശേഷണം എന്ന് ചേർത്തിരിക്കാൻ മൂന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ മൂന്നിടത്തും അനുഭവം വേറെ വേറെയാണ്. ജാഗ്രതത്തിലൊരനുഭവം, സ്വപ്നത്തിലൊരനുഭവം, സുഷുപ്തിയിലൊരനുഭവം. ആ സുഷുപ്തിയെ വേർപെടുത്തി കാണിക്കുന്നതിനാണ് എത്ര സുപ്തം എന്ന് പറഞ്ഞത്. അഥവാ ത്രിഷ്വപി സ്ഥാനേഷു തത്വാപ്രതിബോധലക്ഷണ സ്വാപോ അവിശിഷ്ട ഇതി പൂർവാഭ്യാം സുഷുപ്തം വിഭജതേ. മൂന്നിടത്തും ത്രിഷ്വപി സ്ഥാനേഷു, 3 സ്ഥാനത്തും തത്വാപ്രതിബോധലക്ഷണം ലക്ഷണ സ്വാപ, തത്വം അറിയുന്നില്ല എന്നുള്ള സ്വാപം, ഉറക്കം എല്ലായിടത്തും 3ഇടത്തും ഒരുപോലെ ആയതുകൊണ്ടാണ് ഇത് 3 ഒരുപോലെയാണ്. അപ്പോൾ സുഷുപ്തിയിലൊന്നും ഇല്ല എന്നുള്ളതിനെ എടുത്തു കാണിക്കണമല്ലോ. അതിന് എത്ര സുപ്ത എന്ന് പറഞ്ഞു. തദ്ദേതൽ സുഷുപ്തം സ്ഥാനമസ്യ ഇത് സുഷുപ്തസ്ഥാനക സ്ഥാനദ്വേ പ്രവിഭക്തം മനസ്പന്ദിതം ദ്വൈതജാതം. അപ്പം നേരത്തെ പറഞ്ഞു വിഷയത്തെ അറിയുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സ്പന്ദന ഇവ, വിഷയത്തിലേക്ക് പോയി മനസ്സിനൊരു സ്പന്ദനം പോലെ ഉണ്ടാകുന്നു. ആ വിഷയം ഒരിക്കലും മനസ്സിലേക്ക് വരുന്നില്ല. ആ സ്പന്ദനം കൊണ്ടൊരു സംസ്കാരം ഉണ്ടായിട്ട് ആ സംസ്കാരമാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു മനസ്പന്ദിതം, അങ്ങനെയുള്ള മനസ്പന്ദന രൂപമായ ദ്വൈതജാതം, ഈ ദ്വൈത അനുഭവങ്ങളെല്ലാം തന്നെ തഥാരൂപാപരിത്യാഗേന അവിവേകാപന്നം. അപ്പോൾ തഥാരൂപാപരിത്യാഗേന, അതിൻ്റെ ഒരു വിഷയത്തെ അറിഞ്ഞു, അതിൻ്റെ സംസ്കാരം മനസ്സിൽ വന്നു. ആ വിഷയത്തിൻ്റെ സംസ്കാരം അപരിത്യാഗേന, പരിത്യജിക്കുന്നില്ല. അത് ഈ പരിത്യജിക്കാതെ തന്നെ അവിവേകാപന്നം. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഇരിപ്പുണ്ടല്ലേ, ഒരുപാട് സംഗതികളിരിപ്പുണ്ട്. പക്ഷേ അതെല്ലാം ഓരോന്നും ഇതാണെന്ന് നമ്മളിപ്പോൾ അറിയുന്നുണ്ടോ? അവിവേകാപന്നമായിട്ടിരിക്കുക, അതിനെപ്പറ്റി വിവേകമില്ല. ഇപ്പം നമ്മൾ ഓർത്തെടുക്കാൻ വിവേചിക്കും, അല്ലെങ്കിൽ വിവേചനമില്ല. അപ്പം അവിവേകാപന്നം നൈഷതമോഗ്രസ്തം ഇവ സപ്രപഞ്ചമേകീഭൂതമിത്യുച്യതേ. നൈഷതമോഗ്രസ്തം ഇവ പകൽ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നൈഷതം, രാത്രിയിലുള്ള തമസിൽ അങ്ങ് ഗ്രസ്തമായി, ഇരുട്ടിലൊന്നും കാണുന്നില്ല. ഇരുട്ടിലങ്ങ് ഇരുട്ടുകൊണ്ട് ഗ്രസ്തമായിട്ട്, ഇരുകൊണ്ട് കാണുന്നില്ല എന്നർത്ഥം. സപ്രപഞ്ചമേകീഭൂതം, ഇതെല്ലാം തന്നെ സപ്രപഞ്ചം ഏകീഭൂതമിത്യുച്യതേ. ആ പ്രപഞ്ചം മുഴുവനും പകൽ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പ്രപഞ്ചമുണ്ടല്ലോ, ഈ പകല് അല്ലെങ്കിൽ ഉണർന്നിരുന്നപ്പം ഇരുന്ന പ്രപഞ്ചം എല്ലാം തന്നെ ഈ ഏകീഭൂതമായിപ്പോയി. ഈ തമസിൽ ഇരുട്ടിലൊന്നും കാണാത്തതുപോലെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വിശേഷ ബോധങ്ങളൊന്നും ഇല്ലാതായി തീർന്നു. സപ്രപഞ്ചം ഏകീഭൂതമിത്യുച്യതേ. അതയേവ സ്വപ്നജാഗ്രൻ മനസ്പന്ദനാനി പ്രജ്ഞാനാനി ഖനീഭൂതാനി ഇവ സേയം അവസ്ഥാവിവേകരൂപത്വാത് പ്രജ്ഞാനഘന ഉച്യതേ. അപ്പം സ്വപ്നജാഗ്രത് മനസ്പന്ദനാനി പ്രജ്ഞാനാനി. ഇപ്പോൾ സ്വപ്നത്തിലും ജാഗ്രതത്തിലും അനേക വിഷയങ്ങൾ അറിയുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ മനസ്പന്ദനം മാത്രമാണെന്ന് പറഞ്ഞു. മനസ്സിനുണ്ടായ ഒരു ചലനം, ആ മനസ്സിനുണ്ടായ ചലനം എങ്ങനെയാണ്? പ്രജ്ഞാന രൂപത്തിലാണ് ചലനം ഉണ്ടായത്. ആ പ്രജ്ഞാനങ്ങളെല്ലാം ഖനീഭൂതാനി ഇവ, എല്ലാം കൂടെ ഒരുമിച്ചു. ഖനീഭൂതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സേയം അവസ്ഥാവിവേക രൂപത്വാദം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, നമ്മൾ ഉറങ്ങിപ്പോയാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷേ ഒന്നും അറിയുന്നില്ല. അത് അറിയാത്തതാണ് അവിവേക രൂപത്വം.
ഇതിനെ ഒന്നും വിവേചിച്ചറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നതുകൊണ്ട് പ്രജ്ഞാനഘന ഉച്യത. എല്ലാ പ്രജ്ഞാനങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ ഒന്നിനെയും വിവേചിച്ചറിയാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. യഥാ രാത്രൗ നൈശേന തമസ അവിഭജ്യമാനം സർവം ഘനമിവ തദ്വത്. യഥാ രാത്രൗ നൈശേന തമസ, രാത്രിയിൽ തമസ്സുകൊണ്ട് അവിഭജ്യമാനം സർവം ഘനമിവ, ഒന്നിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നല്ല കുറ്റാകുറ്റിടത്തോട്ട് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും നമുക്കറിയുന്നില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവസ്ഥ അവിവേക രൂപത്വം, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പ്രജ്ഞാനഘന ഉച്യത. എല്ലാം ഇരിപ്പുണ്ടെങ്കിലും ഒന്നിനെയും വിവേചിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ പ്രജ്ഞാനഘനം എന്ന് പറയും. യഥാ രാത്രൗ നൈശേന തമസ അവിഭജ്യമാനം സർവം ഘനമിവ തദ്വൽ. പ്രജ്ഞാനഘന ഏവ, എല്ലാം പ്രജ്ഞാനഘനമായിട്ടാണ് ഇരിക്കുന്നത്. വേറെ പല പല അറിവുകളാണ്, അതെല്ലാം പക്ഷെ ഒരുമിച്ച് കൂടി അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു വിഷയവും കയറി ഒരിക്കലും നമ്മൾ വ്യവഹരിക്കുമ്പോഴും ഈ വിഷയമൊന്നും വാസ്തവത്തിൽ മനസ്സിൽ കയറിയിരിക്കുന്നില്ല. അത് നേരത്തെ പറഞ്ഞു, നമ്മുടെ മനസ്സ്പന്ദനമാണ്. മനസ്സ് എന്നിട്ട് സ്പന്ദന ഇവ, സ്പന്ദിക്കുന്നുമില്ല, സ്പന്ദനം പോലെ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നു. തദ്വ പ്രജ്ഞാനഘന ഏവ ശബ്ദാന്ന ജാത്യന്തരം പ്രജ്ഞാനവ്യതിരേകേണ അസ്തി ഇത്യർത്ഥം. അതായത് ഈ പ്രജ്ഞാനഘന ഏവ എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ജാത്യന്തരം പ്രജ്ഞാനവ്യതിരേകേണ, ഈ പ്രജ്ഞാനമല്ലാതെ വേറെ ജാതിപ്പെട്ട ഒന്നും, പ്രജ്ഞാനം മാത്രമേ ഉള്ളൂ, വിഷയമില്ല എന്നർത്ഥം. പ്രജ്ഞാനം മാത്രം, പ്രജ്ഞാനവ്യതിരേകേണ അസ്തി, പ്രജ്ഞാനമല്ലാതെ മറ്റു യാതൊന്നും ആ മനസ്സിലിരിക്കുന്നില്ല. മനസ്സഹ വിഷയാകാര സ്പന്ദനായാസ ദുഃഖാഭാവാത്. ഈ മനസ്സ് എങ്ങനെയാണ് വിഷയങ്ങളെ അറിയുന്നത്? വിഷയങ്ങളെ അറിയണമെങ്കിൽ, ഇപ്പം ഞാൻ അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സ് അവിടെ പോയി തഥാകാരമായിട്ട് അത് തിരിച്ചു വന്ന് ആ മനസ്സിനെ ബുദ്ധിയുടെ മുമ്പിൽ കൊണ്ടുപോകും. ബുദ്ധിയാണ് ഇതാണ്, ഈ പൂവാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ എത്ര ആയാസമുണ്ട്? എൻ്റെ മനസ്സ് അവിടെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ നിർണ്ണയിക്കണം. ഇതെല്ലാം ഈ മനസ്സുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിന് ഈ യാഗക്കാലത്ത് വലിയൊരു വിഷമമാണുള്ളത്. ഇപ്പം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. ഈ മനസ്സെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സാത്വിക അംശങ്ങൾ ചേർന്നതാണല്ലോ ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ അകത്ത് മനസ്സുകൊണ്ട് നമുക്ക് 4 വിഷയങ്ങളെ അറിയാം, 5 വിഷയങ്ങളെയും അറിയാം. ശബ്ദ സ്പർശ രൂപ രസഗന്ധം എല്ലാത്തിനെയും അറിയാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും അറിയാൻ സാധിക്കും, ഒരു സമയം ഒന്നേ അറിയുള്ളൂ. അപ്പോൾ ഈ മനസ്സുകൊണ്ട് 5 വിഷയങ്ങളെയും നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഒരു വിഷയം മാത്രമേ ഒരു സമയം മനസ്സിനറിയാൻ പറ്റുള്ളൂ. കാരണം ഈ ഓരോന്നാണല്ലോ ശബ്ദം അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ ശബ്ദ തന്മാത്രയല്ലാണ് വേണ്ടത്. ആകാശത്തിന് അംശമാണല്ലോ ശബ്ദം, ആകാശ ഗുണമാണ് ശബ്ദം. അപ്പം ആ ഓരോന്നിൻ്റെയും ഗുണം അനുസരിച്ച് മനസ്സിൽ ചെല്ലുമ്പോൾ ഒന്നിനെ മാത്രമേ, പക്ഷെ നമ്മൾ പറയല്ലോ പല സംഗതികൾ ഒരുമിച്ച് ചെയ്യുന്നു. പല സമയം ഇപ്പം ചിലർ TV കണ്ടുകൊണ്ടേ പഠിക്കുകയുള്ളൂ. ഇപ്പം TV കാണുകയും പഠിക്കുകയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ അവരുടെ മനസ്സ് TV കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പഠിക്കുന്ന ആളാണെങ്കിൽ TV കാണുന്നില്ല, TV കാണുന്ന ആളാണെങ്കിൽ പഠിക്കുന്നില്ല. നല്ല ശ്രദ്ധയോട് പഠിക്കണമെങ്കിൽ ഒന്നേ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും ആ ബോധം അവിടെ. അപ്പോൾ ഇതൊന്നൊരു ബോധം അതൊന്നൊരു ബോധം. ഇപ്പോൾ കേൾക്കുമ്പോൾ സ്മെല്ല്, കേൾക്കുന്നതിന് എവിടെ സ്മെല്ല്? അത് അതിൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്തോ വായുവിനെ പോലുള്ളതാണ് മനസ്സ്, വേഗത. അപ്പോൾ ഒന്നറിഞ്ഞു നമ്മൾ തുടർച്ചയാന്ന് വിചാരിക്കുന്നു. അല്ല, പെട്ടെന്ന് മാറുന്നു മനസ്സിൻ്റെ വൃത്തി. ഇപ്പം ഞാൻ കേൾക്കുന്നു എന്നൊരു വൃത്തി വന്നു, ഞാൻ കാണുന്നു എന്നൊരു വൃത്തി വന്നു. മനസ്സിൻ്റെ വൃത്തി അതിവേഗമായതുകൊണ്ട് ഞാൻ കേട്ടുകൊണ്ട് കാണുകയാണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. അപ്പം മനസ്സിൻ്റെ ആയാസമാണത്.
ഇതൊക്കെ എത്രയോ ഈ നമ്മൾ ഇത് വെച്ചുകൊണ്ടല്ലേ ചിന്തിക്കുന്നത്. എത്ര സൂക്ഷ്മമായ ഒരെണ്ണമാണ് ഈ മനസ്സെന്നും വിഷയങ്ങളെ ഈ മനസ്സ്പന്ദനം എന്നൊക്കെ പറയുന്നത്. അതിസൂക്ഷ്മമാണ്. അതിന് പെട്ടെന്ന് മാറാം. അതിൻ്റെ സമയം വളരെ ചിലർക്ക് ഈ മാറുന്നതിന് വളരെ സമയം വേണം, ചിലർക്ക് പതുക്കെ, ചിലർക്ക് വളരെ വേഗമാകും. അപ്പം വളരെ വേഗം ചെയ്യുന്നവർ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ശാസ്ത്രം. അപ്പോൾ ഒരു മനസ്സിന് ഒരു സമയം ഒരു വിഷയമേ അറിയാവും. അപ്പം ഞാൻ പറയുന്നു എന്നറിയണമെങ്കിൽ ഞാനെന്നൊരു ബുദ്ധി എനിക്ക് വരണം, പറയുന്നു എന്നൊരു ബുദ്ധി വരണം. അപ്പോൾ ഞാൻ പറയുന്നു, ഈ മനസ്സിങ്ങനെ ഓടി നടക്കുകയാണ്, ഞാനിത് വായിക്കുന്നു. അപ്പം ഞാനെന്നൊരു ബുദ്ധി, ഇതെന്നൊരു ബുദ്ധി. ഇതിൽ നിന്ന് എന്നിലോട്ട് വന്നു, ഞാനിതിലോട്ട് വന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ് വിഷയങ്ങളിലേക്കും തന്നിലേക്കും ഇങ്ങനെ അതിവേഗം. പരാവർത്തനം ചെയ്യുന്നില്ല ഇവിടെ. പരാവർത്തനം ചെയ്യണമെങ്കിൽ വിഷയം ഇല്ല എന്നുള്ളതല്ലേ പരാവർത്തനം. വിഷയത്തിൽ നിന്ന് പരാവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയമില്ല. പിന്നെ ഒരു വിഷയം വന്നു, ആ വിഷയം ഞാൻ അറിയുന്നു എന്നൊരു ബുദ്ധി വന്നു, ഇവിടെ ഒരു വൃത്തി വന്നു, പിന്നെ പരാവർത്തിക്കുന്നില്ല അവിടെ. എങ്ങനെ പരാവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതില്ല. പിന്നെ ഞാൻ ഇതിൽ നിന്ന് എൻ്റെ മനസ്സിനെ പരാവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതെൻ്റെ മനസ്സിലില്ല. പിന്നെ അതാണ് പരാവർത്തനം. അതേസമയം ഇതെനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അത് അവിടെ നിന്ന് എന്നിലേക്ക് വന്നു, ഞാൻ എന്നൊരു വൃത്തി വന്നു, ഇത് എന്നൊരു വൃത്തി വന്നു. ആ മനസ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോഴാണ് അതിനെ ഞാൻ കാണുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിഷയീ ആകാര സ്പന്ദനായ അസദുഃഖാഭാവാത്. വിഷയവും വിഷയും, ഈ വിഷയം ഇതിനെ അറിയുന്ന ഞാൻ, വിഷയം വിഷയി. ഇപ്പം വിഷയവും വിഷയത്തെ അറിയുന്ന, വിഷയമുള്ള ആൾ വിഷയത്തെ അറിയുന്ന ആൾ. അപ്പം ഇവിടെ വിഷയാകാര സ്വഭാവാത് ആനന്ദമയോ ആനന്ദപ്രായോ ന ആനന്ദേവ. ആനന്ദപ്രായമാണ്, അതായത് ആനന്ദം പോലെ ഏകദേശം ആനന്ദമാണ്. ഇപ്പം നമ്മളൊരു എണ്ണമയമാണെന്ന് പറയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വറുത്ത് തിന്നാൽ നമ്മൾ പറയും, ഇത് എണ്ണമയമാണല്ലോ, കഴിക്കാൻ പ്രയാസമല്ലേ, ഉപ്പുമയമാണ് എന്ന് വെച്ചാൽ അതിന് പ്രാധാന്യം ഉണ്ടെന്നർത്ഥം. അപ്പം ഇവിടെ ആനന്ദത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ആനന്ദമയോ എന്ന ആനന്ദേവ. ഇതിൻ്റെ അകത്തൊരു ആചാര്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സെന്ന് പറയുന്നത് മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണല്ലോ. അപ്പം മനസ്സ് ഉണ്ടായിരിക്കുന്നത് ഈ നമ്മൾ കഴിക്കുന്ന അന്നം, ഈ ഓരോ ആഹാരവും മൂന്നായിട്ട് അന്നം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായിട്ട് കട്ടിയുള്ള ആഹാരങ്ങൾ, അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മൂന്നായിട്ട് തിരിയും. അല്ലാത്തത് മൂന്നായിട്ട് തിരിയും, ജലം മൂന്നായിട്ട് തിരിയും, അഗ്നിപ്രധാനമായത് മൂന്നായിട്ട് തിരിയും, എല്ലാം മൂന്നായിട്ട് തിരിയും. അതിൽ സ്ഥൂലഭാഗം, മധ്യഭാഗം, സൂക്ഷ്മഭാഗം, ഇങ്ങനെ മൂന്നായിട്ട് തിരിയും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഈ അന്നത്തിൻ്റെ, അതായത് സ്ഥൂല ഈ എന്താ കട്ടിയുള്ള ആഹാരങ്ങളുടെ അത് മൂന്നായിട്ട് തിരിയുന്നത്. ഇപ്പം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് മനസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ അന്നം ഉണ്ടാകുന്നത്, അന്നത്തെ പോഷിപ്പിക്കുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഈ ചന്ദ്രനാണ് ഈ മനസ്സിൻ്റെ ദേവത. അതുകൊണ്ട് ഈ മനസ്സ് ബീജഭാവത്തിൽ വരുന്നു. ചന്ദ്രൻ അമാവാസിയിലൊന്നും ഇല്ലാതിരിക്കുന്നു, വെട്ടമേ ഇല്ലാതിരിക്കുന്നു, ഒരു കലയുമില്ല. പിന്നെ കലകൾ കൂടി 15-ാം ദിവസം 15 കലകളും ഉണ്ടാകുന്നു. പിന്നെയും കുറഞ്ഞ് ഒരു കലയും ഇല്ലാതാകുന്നു. അപ്പം ആ ബീജഭാവത്തിലെത്തുന്നു. അതേപോലെ മനസ്സ് ബീജാവസ്ഥയിലെത്തുന്നു, അങ്കുരാവസ്ഥയിലെത്തുന്നു. ആ നല്ലതുപോലെ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ, സ്ഥൂലമായ അവസ്ഥയിലെത്തും. അപ്പോൾ ഈ ബീജാവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ ബീജരൂപത്തിലിരിക്കുന്നതേ ഉള്ളൂ. സ്വപ്നത്തിൽ അങ്കുരാവസ്ഥയാണ്. ജാഗ്രത എന്ന് പറയുന്നത് സ്ഥൂല എല്ലാം വളർന്ന് വികസിച്ചൊരവസ്ഥയാണ്. പ്രജ്ഞാനഘനൈവ മനസ്സോ വിഷയാകാര സ്പന്ദനായ അസദുഃഖാഭാവാത് ആനന്ദമയ ആനന്ദപ്രായോ ന ആനന്ദേവ അനാത്യന്തികത്വാത്.
എന്തുകൊണ്ടാണ് ആ ആനന്ദേവ എന്ന് പറഞ്ഞത്? ആനന്ദമേ അല്ല, ആനന്ദമല്ല, ആനന്ദമയനാണ് എന്ന് പറയാൻ കാരണം ആത്യന്തികത്വം. ഉറങ്ങുന്ന ആൾ ഉണരും, ഉണരുന്ന ആൾ ചേതോമുഖനാണ്, ഉണർന്നു വരും. എന്നാൽ ആത്യന്തികമല്ല. ആത്യന്തികം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തതല്ല, അന്തമുണ്ട്. അന്തമുള്ളത് കൊണ്ട് ഇത് ആനന്ദമയനാണ്. ആനന്ദമയ അനാത്യന്തികത്വം. അത് യഥാ ലോകേ നിരായാസസ്ഥിത സുഖി ആനന്ദഭുക്ഷ്യത്. നിരായാസ നമ്മൾ ഇവിടെ ആണെങ്കിലും ധാരാളം എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടൊന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുകയാണ് നമ്മൾ പറയില്ല, അയക്ക് സുഖമാണ് എന്ന് പറയാറുണ്ടല്ലോ. കാരണം ധാരാളം ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, വലിയ പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട, അതുകൊണ്ട് നിരായാസനായിട്ടിരിക്കുന്നു. സുഖി ആനന്ദഭുക്ഷ്യത് അത്യന്ത അനായാസരൂപ ഹീയം സ്ഥിതി. ഈ സ്ഥിതിയാകട്ടെ അത്യന്തം അയസ്ഥിതി. ഈ സ്ഥിതി അയമല്ല, ഇയം സ്ഥിതി അത്യന്ത അനായാസരൂപ, ഒരു ആയാസവും ഇല്ലാത്തതാണ്. അല്പം പോലും ആയാസമില്ലാത്തതായതുകൊണ്ട് ഇത് ആനന്ദഭുക്കാണ്. സ്ഥിതി അനേന അനുഭൂയതേ ഇത് ആനന്ദഭുക്ക്. ഒരു ആയാസവുമില്ലാതെ ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉറങ്ങുന്ന അവസ്ഥ. അതുകൊണ്ട് അതിനെ ആനന്ദം, അത് അവിടെ ആ ജീവൻ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയും. ഹേഷോസ്യ പരമ ആനന്ദ. സ്വപ്നാദി പ്രതിബോധചേത പ്രതി ദ്വാരീഭൂതത്വാത് ചേതോമുഖ. ഇത് ചേതോമുഖനാണ് എന്ന് പറഞ്ഞല്ലോ. ചേതോമുഖ പ്രാജ്ഞ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ചേതോമുഖനാണ്, അതായത് ചേതന ഉണർന്നു വരാനുള്ള ഒരു സംസ്കാരം അതിലിരിപ്പുണ്ട്, അതിനുള്ള ഒരു ചൈതന്യം അതിലിരിപ്പുണ്ട്. സ്വപ്നാദി പ്രതിബോധചേത. സ്വപ്നം ജാഗ്രത മുതലായവയിലേക്ക് പോകത്തക്ക പോലെ നമ്മൾ ഈ ബൃഹദാരണ്യത്തിൽ പിടിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിൽ വരിക, അതാണ്. അങ്ങനെ ഈ ബീജാവസ്ഥയിലിരിക്കുക, അങ്കുരാവസ്ഥയിൽ വരിക, പിന്നെ വളർന്ന സ്ഥൂലാവസ്ഥയിലെത്തുക. അപ്പം ഇവിടെ സ്വപ്നത്തിലേക്ക് വരാനുള്ള സ്വപ്നാദി പ്രതിബോധിത, സ്വപ്നം ജാഗ്രത ഇവയിലേക്ക് പോകാനുള്ള ആ സംസ്കാരം അതിലിരിക്കുന്നത് കൊണ്ട് ദ്വാരീഭൂത ചേതോമുഖൻ എന്ന് പറയുന്നു. ചേതോമുഖനാണ് ഉറങ്ങുമ്പോൾ. ബോധലക്ഷണം വാ ചേതോദ്വാരം മുഖം അസ്യ സ്വപ്നാദി ആഗമനം പ്രതി ഇത് ചേതോമുഖ. ബോധലക്ഷണം വാ ചേതോദ്വാരം മുഖം അസ്യ, ആ ചൈതന്യമാണ് ദ്വാരം. ഈ വിഷയമെല്ലാം അവിടെ ഇരിക്കുന്നെങ്കിലും അതിന് ചൈതന്യമില്ല, അവിടെ ചൈതന്യം ഉണ്ടല്ലോ അന്ധകരണത്തിൽ. ആ ചൈതന്യം ദ്വാരം ഈ സുഷുപ്തിയിലേക്കും സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും കൊണ്ടുവരാനുള്ള വഴി അവിടെ ഇരിപ്പുണ്ട്. അതാണ് ആ ചൈതന്യം. അതുകൊണ്ടാണ് ചേതോമുഖൻ. സ്വപ്നാത്യാഗമനം പ്രതി ഇത് ചേതോമുഖ. ഭൂതഭവിഷ്യജ്ഞാതൃത്വം സർവവിഷയജ്ഞാതൃത്വം അസ്യൈവ ഇതി പ്രാജ്ഞ. ഭൂതഭവിഷ്യജ്ഞാതൃത്വം, ഭൂതവും അറിയാം ഭവിഷ്യത്തും അറിയാം, സർവവിഷയജ്ഞാതൃത്വം ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് പ്രാജ്ഞൻ എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് ഇത് അറിയാമെന്നൊരു ബോധം വരുന്നില്ല, അല്ലേ? വസ്തുതയിൽ ഉറങ്ങുമ്പോൾ അജ്ഞാനമാണ് അതിനെ തടയുന്നത്, അതിന് പ്രതിബന്ധമായിട്ട് ചെയ്യുന്നു. അജ്ഞാനം ഇല്ലെങ്കിൽ എല്ലാം അറിയാം. സർവവിഷയജ്ഞാതൃത്വം അസ്യ ഇവ ഇതി പ്രാജ്ഞ. സുഷുപ്തഃ വിഹി ഭൂതപൂർവഗത്യാ പ്രാജ്ഞ ഉച്യത്തെ. നേരത്തെ പിന്നെ മൂന്നിനും വിശ്വൻ തൈജസൻ എന്ന പേര് പറഞ്ഞല്ലോ. അതുപോലെ അത് പറഞ്ഞതനുസരിച്ച് ഇവിടെ പ്രാജ്ഞൻ എന്ന മൂന്നാമതൊരു പേര് പറഞ്ഞു. വാസ്തവത്തിൽ ഈ നമ്മുടെ അജ്ഞാനമില്ലെങ്കിൽ അത് ഈശ്വരൻ തന്നെയാണ്, ഈശ്വരനോട് ചേർന്നാണ് ഇരിക്കുന്നത്, ഈശ്വര സ്വരൂപമാണ്. അതായത് അജ്ഞാനമില്ലെങ്കിൽ അത് ഈശ്വരൻ്റെ സ്വരൂപം തന്നെയാണ്. അതറിയാൻ സാധിക്കുന്നില്ലാത്തത് അജ്ഞാനം കൊണ്ടാണ്. ജ്ഞാതൃത്വമസേതി പ്രാജ്ഞ. സുഷുപ്തഃ അപി ഭൂതപൂർവ്വം അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വനെയും തൈജസിനെയും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രാജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വര സ്വരൂപം തന്നെ, ഈശ്വര സ്വരൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് അപ്പം ജീവൻ.
അഥവാ പ്രജ്ഞപ്തി മാത്രം അസ്യൈവ അസാധാരണ രൂപം ഇത് പ്രാജ്ഞ. അങ്ങനെയും പറയും. ഒരു സ്വാമിയുടെ നിർവചനം ശങ്കരാചാര്യരുടെ പറഞ്ഞില്ലേ, പ്രജ്ഞപ്തി മാത്രം അസ്യേവ അസാധാരണ രൂപം. അസാധാരണ രൂപം, സാധാരണ രൂപം എന്തോ എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ളതാണ്. അസാധാരണ രൂപം ശരിയായിട്ട് അതിൻ്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ പ്രജ്ഞപ്തി മാത്രം, ഒന്നുമില്ല, ബോധമാത്രമായിട്ടിരിക്കുന്ന രൂപമാണ് അസാധാരണം രൂപം വിധിപ്പ എന്ന് പറയും. അതുകൊണ്ട് പ്രാജ്ഞൻ എന്ന് പേര് പറഞ്ഞു. ഇതരയോഹോ വിശിഷ്ടമപി വിജ്ഞാനമസ്തി. മറ്റിടത്ത് രണ്ടിടത്തുമേ പിന്നെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും വിശിഷ്ടം അഭി വിജ്ഞാനമപി, വിശേഷജ്ഞാനമുണ്ട്. വിഷയങ്ങളെ അറിയുന്നുണ്ട്, വിശേഷമായിട്ട് ഓരോന്നിനെയും പ്രത്യേകം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് പ്രാജ്ഞൻ. സ്വയം പ്രാജ്ഞ തൃതീയ പാദഃ, അതിനുള്ള പ്രാജ്ഞനാകുന്നു മൂന്നാമത്തെ പാദം. സ്ഥൂല വിഷയങ്ങളെ അറിഞ്ഞു, സൂക്ഷ്മ വിഷയങ്ങളെ അറിഞ്ഞു, ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ 3 പാദങ്ങൾ. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞ, അങ്ങനെ 3 പാദങ്ങളെ പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു ആചാര്യൻ ഇതിൻ്റെ ആശ്രമങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, അതുപോലെ ജാതി, ഈ ചാതുർവർണ്ണ്യം, അതിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അതായത് ഈ ബ്രഹ്മചാരി എന്ന് പറയുമ്പം പണ്ടത്തെ ബ്രഹ്മചാരി ഗുരുകുലത്തിൽ പോയി അനേക സേവനം ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ ധാരാളം സേവന കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മചാരി എന്ന് പറയുന്ന ആൾ ശൂദ്രനാണ്. അയാളാണ് ജാഗ്രതത്തിലിരിക്കുന്ന വിശ്വൻ. ഇവിടെ ധാരാളം കർമ്മങ്ങൾ ചെയ്യുകയല്ലേ. അപ്പം വിശ്വൻ പിന്നെ ഉറങ്ങി, സ്വപ്നം കണ്ടു. സ്വപ്നം കാണുമ്പം ഈ സമ്പാദിച്ചതെല്ലാം നമ്മൾ ഓരോന്നൊക്കെ എന്തൊക്കെ സമ്പാദിച്ചു, അതൊക്കെ ഒന്ന് കാണുന്ന ഒരു സമയമാണല്ലോ. ഈ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നത് എനിക്ക് ധാരാളം പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുക, അതെല്ലാം അനുഭവിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾ ഗൃഹസ്ഥൻ. അയാളാണ് തൈജസൻ. പ്രാജ്ഞൻ എന്ന് പറയുന്നത് ഈ സംസ്കാരം എല്ലാം അടക്കി വെച്ച് ഇപ്പം പ്രജ്ഞാന ഘനമായിട്ടിരിക്കുകയാണ്. അവിടെ അതിനെല്ലാം പിന്നെ കൂട്ടിവെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ക്ഷത്രിയൻ. അപ്പോൾ ക്ഷത്രിയൻ സംരക്ഷിക്കുന്നവനാണ്. അയാൾ ഈ വാനപ്രസ്ഥൻ അല്ല, ക്ഷത്രിയൻ. വാനപ്രസ്ഥൻ ആണ് പ്രാജ്ഞൻ. അതായത് എല്ലാം ഉപേക്ഷിച്ചു, ഭോഗമില്ല. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ ഭാര്യയോടും ഭാര്യയില്ലാതെയും പിന്നെ വാനപ്രസ്ഥത്തിന്, പക്ഷേ ഭോഗമില്ല അവിടെ. പിന്നെ അടുത്ത ആളാണ് തുര്യൻ. തുര്യൻ എന്ന് പറയുന്നതാണ് സന്യാസി. സന്യാസിക്കൊന്നുമില്ല അവിടെ, യാതൊരു വിഷയം അനുഭവിക്കാതെ അങ്ങനെ തുര്യ ഭാവത്തിലിരിക്കുന്ന ആളാണ് സന്യാസി. സന്യാസി തുര്യൻ. സന്യാസി എന്ന് പറയുന്നത് ബ്രാഹ്മണൻ. മറ്റേ വൈശ്യൻ എന്ന് പറയുന്നത് ക്ഷത്രിയനാണ് വാനപ്രസ്ഥ അല്ലേ. ശൂദ്രൻ ബ്രഹ്മചാരി. ശൂദ്രൻ ബ്രഹ്മചാരി, പിന്നെ തൈജസൻ വൈശ്യൻ. അവിടാണല്ലോ ഒരുപാട് കർമ്മങ്ങളുള്ളത്. പിന്നെ വാനപ്രസ്ഥൻ ആണ് മൂന്നാമത്തേത്. ക്ഷത്രിയൻ. ക്ഷത്രിയൻ പ്രാജ്ഞൻ ഇയാളല്ലേ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, തുര്യൻ എന്ന് പറയുന്നത് സന്യാസി. ബ്രാഹ്മണൻ ഒന്നും ഒരു ഭോഗവുമില്ലാതെ ഒരു പറ്റുവാൻ അല്ല, ആരും ഉണ്ടല്ലോ. തുര്യമില്ലേ.
സാക്ഷിയെക്കുറിച്ച് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അധികം. സാക്ഷി അടുത്തോടെ ഒന്ന് വായിക്കല്ലേ, അടുത്തോടെ ഒന്ന് വായിക്കാം. ധാരാളം സേവനകർമ്മങ്ങൾ ചെയ്യുന്ന ആൾ ശൂദ്രനും ബ്രഹ്മചാരി. പിന്നെ തൈജസനാണ് രണ്ടാമൻ, ഗൃഹസ്ഥൻ. മൂന്നാമൻ വൈശ്യൻ. ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ. പ്രാജ്ഞനാണ് ക്ഷത്രിയൻ. പ്രാജ്ഞൻ ആ ഇതിനെല്ലാം കൂട്ടിയിരിക്കുന്ന ആൾ. പ്രാജ്ഞൻ, ക്ഷത്രിയൻ. നാലാമൻ ബ്രാഹ്മണൻ. അപ്പോൾ ശരിയായ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ അനുഭവമുള്ള ആളായിരിക്കണം എന്നാണ്. ഈ മൂന്നും സത്യമല്ലെന്നും മൂന്നിനും അതീതമായ ബോധമാണ് താനെന്നും പൂർണ്ണമായ അനുഭവം. നമ്മൾ ഒരിടത്ത് എഴുതി, നമ്മൾ ഉറക്കത്തിലേ എല്ലാം ഇത് ബ്രഹ്മമാണെന്നൊക്കെ ഇങ്ങനെ ഒരു ഇത് എന്നൊക്കെ പറയുമ്പോഴും ഇത് ഈ നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ അനുഭവം ഞാനെന്നുള്ള അനുഭവമാണ്, അതാണ് ഇത് എന്നറിയണം. അപ്പോഴേ അത് അനുഭവമാകുള്ളൂ. ഞാനിതാണെന്നറിയണം, ഞാൻ ഈ ബ്രഹ്മമാണ്, ഈ ജ്ഞാനസ്വരൂപമാണെന്നുള്ള അനുഭവം ഉണ്ടാകും. അതുവരെ ജ്ഞാനിയല്ല. എന്തൊക്കെ ആകെ കാണിച്ചാലും ജ്ഞാനിയെന്ന് പറയണമെങ്കിൽ ഈ ഇപ്പം എനിക്കുള്ള ഞാനെന്നുള്ള അനുഭവം, നമ്മൾ ശരീരത്തിലിരിക്കുന്നതും മറ്റു വിഷയങ്ങളിലിരിക്കുന്ന അനുഭവം, ഇതൊന്നും സത്യമല്ല. അതിൻ്റെ ലക്ഷ്യം ഈ ഈ കേവല ബോധസ്വരൂപം തന്നെയാണ്. അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ മഹാത്മ്യം. അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതാണ് ആത്മാവെന്ന് പറയുന്നത്. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷോന്തര്യാമി, ഏഷ യോനി സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. ഏഷ സർവേശ്വര, സർവേശ്വരനാണ്. അതായത് ഈ അക്ഷരസ്വരൂപനായ ഈശ്വരനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഇതനുസരിച്ച് പറയുമ്പം ഉറക്കത്തിൽ ആ സർവേശ്വരനായി ലയിച്ചിരിക്കുകയാണ് ഈ അറിവുകളും ഇതെല്ലാം. ആ അക്ഷരനിലിരിക്കുകയാണ്. അക്ഷരനിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്, അറിയുന്നില്ലെന്ന്. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ. അപ്പം ഈ കാരണാവസ്ഥയിൽ സർവേശ്വരനാണ്, എല്ലാത്തിനും കാരണമാണ്. കാര്യാവസ്ഥയിൽ സർവജ്ഞനാണ്. എല്ലായിടും നിറഞ്ഞിരുന്ന, എല്ലാത്തിൻ്റെയും ഉപാദാന കാരണമായിട്ടിരുന്ന അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപാദാനവും പിന്നെ ഈശ്വരൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചൈതന്യവും ഈശ്വരൻ തന്നെ. അതുകൊണ്ട് സർവജ്ഞനാകുന്നു. ഏഷ അന്തര്യാമി, അന്തര്യാമിയാണ്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുകയാണ്. ആ ഭഗവാൻ ഈശ്വരൻ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ സൈക്ഷത. അപ്പോൾ ആ ഈക്ഷണം തന്നെയാണ് പ്രപഞ്ചമായിട്ട് തീർന്നിരിക്കുന്നത്. ഭഗവാന്റെ സങ്കല്പമാണ്, ആ ഈശ്വരൻ്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് അന്തര്യാമിയാണ്, എല്ലാത്തിലും നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഏഷ യോനി സർവസ്യ പ്രഭവാപ്യം, എല്ലാത്തിൻ്റെയും പ്രഭവം അപ്യം, ജനനം സ്ഥിതി. എൻ്റെ ജനനവും മരണവും, അതിൻ്റെ സ്ഥിതിയും അപ്യം ലയം. അപ്പം അതിൻ്റെ പ്രഭവവും ലയവും ആ ഈശ്വരനിൽ തന്നെ. ഓരോരുത്തരും ഈശ്വരനിൽ നിന്ന് ഉണ്ടായി ഈശ്വരനിൽ തന്നെ പോയി ലയിക്കും. ആ ലയിക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സ്വാമി പറയുന്ന ഒരു ശാന്തമായി കിടക്കുന്ന ഒരു കുളം, ഒരു നടുക്കോട്ടൊരു കല്ലിടുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു കല്ലിടുകയാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഓളങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓളം വന്ന് തിരിച്ച് ഇവിടെ വന്നേ അത് നിൽക്കുകയുള്ളൂ. അവിടം വരെ പോയിട്ട് അവിടെ അങ്ങനെ ലയിക്കുന്നില്ല. അത് തിരിച്ചിങ്ങോട്ട് വരും. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്ന് നിൽക്കും. അതുപോലെയാണ് ഈ ജീവൻ എവിടെ നിന്ന് തുടങ്ങിയോ എവിടെ നിന്നുണ്ടായോ അവിടെ ചെന്നെങ്കിലേ അവസാനിക്കുകയുള്ളൂ. ഏഷ ഹി സ്വരൂപാവസ്ഥ സർവേശ്വര സാധിദൈവികസ്യ ഭേദജാതസ്യ സർവസ്യ ഈശിത ന ഏതസ്മാത് ജാത്യന്തരഭൂതോ അന്യേഷാമിവ. ഏഷ സ്വരൂപാവസ്ഥ, ഇതാണ് അതിൻ്റെ സ്വരൂപം. ഈ ഉറങ്ങുന്നുണ്ടല്ലോ, ആ ഉറങ്ങിയിരിക്കാൻ നമ്മൾ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ശരിക്കും. ഇപ്പം എന്നെപ്പറ്റി അറിയുന്നുണ്ടോ നമ്മൾ?
നമ്മൾ ഉണർന്നു വരുമ്പോൾ ഒരു സ്മരണയല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇപ്പം നമ്മൾ അറിയുന്ന പോലെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നില്ലല്ലോ, ഞാൻ ഉണർന്നിരിക്കുകയാണെന്ന് അറിയുന്ന പോലെ ഉറങ്ങുകയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ സമയം ഈ ജീവൻ സ്വരൂപാവസ്ഥ, ആ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്, ആ ഈശ്വരനിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. ഏഷ സർവേശ്വര, സർവേശ്വരനാണ്, എല്ലാത്തിൻ്റെയും നിയന്താവാണ്. ഈ സാധിദൈവികസ്യ ഭേദജാതസ്യ സർവസ്യ ഈശിത. സർവേശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മാത്രം ഈശിതാവല്ല, സാധിദൈവികസ്യ, ഓരോന്നിനും അതിദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും അതിദൈവമുണ്ട്. ഇപ്പോൾ കണ്ണിന് സൂര്യനാണ്, മനസ്സിൻ്റെ ചന്ദ്രനാണെങ്കിൽ നമ്മൾ അതിദൈവത്തെക്കുറിച്ച്, ആ അതിദൈവങ്ങളുടെയും ഈശിതാവാകുന്നു ഈ പ്രാജ്ഞൻ. സർവസ്യ ഈശിത എന്ന ഏതസ്മാത് ജാത്യന്തരഭൂതോ അന്യേഷാം ഇവ. മറ്റുള്ളതിലൊക്കെ പലതില്ലേ, ഇല്ലേ? നമ്മൾ ജാഗ്രത സ്വപ്നത്തിലും പലതിനെയല്ലേ കാണും. ഇവിടെ വേറൊന്നുമില്ല, ഈ ബോധം മാത്രമേ ഉള്ളൂ. അന്വേഷണ പ്രാണബന്ധനം ഈ സൗമ്യ മനഃ, അത് ചാലവ്യൂഷത്തിലാണ്. പ്രാണബന്ധനമാണ്. പ്രാണൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. മനസ്സ് ജീവനുമാണ്, ജീവൻ ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്നു, അതായിട്ടിരിക്കുന്നു എന്ന് പറയാം. അയമേവഹി സർവസ്യ സർവഭേദാവസ്ഥോ ജാത ഇത്യേഷ സർവജ്ഞ. സർവജ്ഞൻ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞത് അയമേവഹി സർവസ്യ സർവഭേദാവസ്ഥ ജ്ഞാത, സർവഭേദങ്ങളുടെയും ജ്ഞാതാവ്, അറിയുന്നവൻ, എല്ലാറ്റിനെയും അറിയുന്നവൻ ഈ ഈശ്വരനായതുകൊണ്ട് സർവജ്ഞനാകുന്നു. ഏഷ അന്തര്യാമി. അന്തര്യാമി അന്തരനുപ്രവിശ്യ സർവേഷാം ഭൂതാനാം നിയന്ത അഭി ഏഷ ഏവ. അപ്പോൾ ഇത് തന്നെയാണ് അന്തര്യാമി. യമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടക്ക്. അന്തര്യാമി അകത്ത്, നമ്മൾ എവിടെ ആ പൃഥ്വിയിലിരുന്ന് പൃഥ്വിയെ ഓരോ വിഷയത്തിലും ഇരുന്ന് അതിനെ നിയമനം ചെയ്യുന്നത്, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചൈതന്യമാകുന്നു. ഇപ്പം നമ്മൾ ഏത് വസ്തു എടുത്താലും അതിന് നിലനിൽപ്പ് കൊടുക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മളറിയുന്നില്ല, അതിസൂക്ഷ്മമാണ് അത്. ഇപ്പം നമ്മൾ ഇതിരിക്കുന്ന ജഡമാണ്, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഇതിനകത്തൊരു പ്രവൃത്തി നടക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഇത് അഴുക്കായി പോകുന്നത്. ഏഷഃ അന്തര്യാമി അന്തരനുപ്രവിശ്യ സർവേഷാം ഭൂതാനാം നിയന്ത. അന്തരനുപ്രവിശ്യ, എല്ലാറ്റിൻ്റെയും അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അതിന് അതിസൂക്ഷ്മമാണ്, അതകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് പുറത്തിൽ, അകത്തും പുറത്തും എല്ലാം കൂടാണ് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അകത്തിരുന്നുകൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് ഈ പ്രാജ്ഞൻ. അതയേവ യഥോക്തം സഭേദം ജഗത് പ്രസൂയതേ ഇത്യേഷ യോനി. യഥോക്തം സഭേദം ജഗത്. ഇപ്പം സഭേദം ജഗത്, അതായത് ഉറങ്ങിയിരിക്കുമ്പോൾ ഒന്നും തന്നെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇത് സ്വപ്നത്തിൽ പലതും അറിയുന്നു, ജാഗ്രതത്തിൽ പലതും അറിയുന്നു. അപ്പോൾ ഈ അറിയുന്നതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഈ അറിവിൽ നിന്നാണ് വന്നത്. അപ്പം അതുകൊണ്ടാണ് അതേവ യഥോക്തം സഭേദം ജാഗ്രത, സഭേദം ജഗത്. അപ്പോൾ ജാഗ്രത സ്വപ്ന രൂപമായിരിക്കുന്ന ജഗത്തിനെ സൂയതേ, അതിനെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് യോനി സർവസ്യ, എല്ലാത്തിൻ്റെയും കാരണമാകുന്നു. യഥ ഏവം പ്രഭവശ്ചാപ്യയസ്യ പ്രഭവാപ്യയൗ ഹി ഭൂതാനാം ഏഷ ഏവ. അതുപോലെ പ്രഭവം ച അപ്യയം, പ്രഭവം ഉണ്ടാകുക, അപ്യയം ലയിക്കുക, ഇതിന് രണ്ടിനും കാരണം പ്രഭവാപ്യയവും, അതിനെല്ലാം കാരണവും ഈ പ്രാജ്ഞൻ തന്നെ, ഈശ്വരൻ തന്നെയാകുന്നു. നമ്മൾ ഈ ഈശ്വരൻ എന്ന് പറയുമ്പം നിയന്താവെന്നൊക്കെ പറയുമ്പം ഞാനാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഞാനാണ് നിയന്താവെന്നൊന്നും ധരിക്കരുത്. ഉറങ്ങുമ്പോൾ എവിടെ ജീവൻ ഇരിക്കുന്നു, ജീവൻ എവിടെയാണോ ലയിച്ചിരിക്കുന്നത് അത് ഈശ്വരനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരനാണ് സർവത്തിൻ്റെയും കാരണം. നമ്മൾ ഈ അവിദ്യ അങ്ങോട്ട് മാറ്റുക, അങ്ങനെ നമ്മൾ അതൊക്കെ ഗീതയിലൊക്കെ പറയുന്ന പോലെ ഇത് എല്ലാം ഇല്ല. അവിദ്യ
അവിദ്യ നശിപ്പിക്കുന്നു എന്നൊരു ശ്ലോകമുണ്ടല്ലോ. തേഷാം ആദിത്യകൾ ജ്ഞാനം. അല്ല, അതിന് മുമ്പ് ഞാനാണ് അവിദ്യയെ നശിപ്പിച്ച് ജ്ഞാനത്തെ കൊടുക്കുന്നതെന്നൊരു പദ്യമുണ്ട്. അതുപോലെ ഈശ്വരനാണ് എല്ലാം ഈശ്വരനാണ് എന്നറിയാൻ ഈ അവിദ്യ ഇല്ലാതാവും. അവിദ്യ എന്ന് പറയുന്നത് വിപരീത ജ്ഞാനം. നമ്മൾ ഒന്നിനെ മറ്റൊന്നായിട്ട് ധരിക്കുക, ശരിയായിട്ട് അറിയാതിരിക്കുക. അപ്പോൾ ശരിയായി നമ്മൾ ഓരോന്നിനെയും വിശകലനം ചെയ്ത് വിവേചിക്കാനൊന്നുമില്ലാത്ത ബാധാവധി ആ ഒരു കർമ്മത്തെ നശിപ്പിക്കുന്ന സ്വഭാവമാണ്. കർമ്മത്തെ ജ്ഞാനാഗ്നി സർവകർമ്മമാണ്. അല്ല, അജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. ഭാസ്വത ജ്ഞാനദീപേന നാശയാമി. ആ തമസിനെ ഇല്ലാതാക്കും. ആ ജ്ഞാനദീപം പ്രകാശിപ്പിച്ചു കൊടുക്കുക. ജ്ഞാനദീപം എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനാണല്ലോ ജ്ഞാനദീപം. ആ ഈശ്വരൻ അങ്ങനെ പ്രകാശിക്കുമ്പോൾ എല്ലാ തമസും ഇല്ലാതായിപ്പോകും. തനിക്ക് എന്താണ് സത്യം എന്ന് ഇപ്പോഴും നമ്മുടെ ഈ മുക്തി, മോക്ഷം, അല്ലെ സർവ്വപ്രാരബ്ധവും നശിച്ച് നമ്മൾ വിദേഹമുക്തി വരുമല്ലോ. അതുവരെ ഈ വിജ്ഞാനമയനായ ജീവനിരിക്കും. ആ ജീവനല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാനമയനാണല്ലോ ഇതൊക്കെ പക്ഷെ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനെന്നുള്ള ഒരു വൃത്തിയില്ല അവിടെ, പ്രകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അഹങ്കാര വൃത്തി വരുമ്പോഴാണ് നമ്മൾ ഞാനിതാണെന്ന് അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഞാനെന്ന് അനുഭവപ്പെടുന്നില്ല, ഞാനുണ്ട്. ആ അറിവായിട്ടിരിക്കുകയാണ്, അറിവ് മാത്രം. ഞാനെന്നൊരറിവ്, ഈ അന്ധകരണത്തിലിരിക്കുന്ന ആ ചൈതന്യം, ഞാൻ, ആ ഒരു അറിവ് അങ്ങനെ ഇരിക്കും. ആ അറിവ് ഈശ്വരനോട് നമ്മൾ ഈ സമാധിയെക്കുറിച്ച് ഗീതയിൽ ഇടുന്നുണ്ടല്ലോ, എത്ര ഓപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ എത്ര ജൈവ ആത്മനാത്മാനം. ഇപ്പോൾ എല്ലാം യോഗസേവ കൊണ്ട്, നമ്മുടെ സ്ഥിരമായ പരിശ്രമം കൊണ്ട് എല്ലാ വിഷയങ്ങളും അടങ്ങുമ്പോൾ എവിടാണ് ഈ മനസ്സിരിക്കുന്നത്? മനസ്സിനിരിക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ മനസ്സിരിക്കുന്നത് എവിടാണോ? എത്ര ജൈവ ആത്മനാത്മാനം. ആ ആത്മാനം, അതായത് വിഷയരഹിതമായ ഈ സ്പന്ദനമൊന്നുമില്ലാത്ത കേവലമായ ആ മനോഭാവം കൊണ്ട് ആത്മാനം വശ്യതി, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണും. അപ്പം ആത്മാവിനെ അറിയുക എന്ന് പറയുന്ന ഇതാണ്. ഒരു സ്പന്ദനവും ഇല്ലാത്ത മനസ്സിൽ അവിടെ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെന്നൊരു വൃത്തി വരുമ്പോഴാണ്, ഏതെങ്കിലും ഒരു വൃത്തി മനസ്സിന് വരുമ്പോഴാണ് ഞാനെന്ന് ഒരു അഹങ്കാര വൃത്തിയും കൂടെ വരുന്നത്. ഒരനക്കം മനസ്സിന് വന്നാൽ ഉടനെ അഹങ്കാരം ഇങ്ങനെ, ഇതാണ് അനിരുദ്ധൻ ഇങ്ങനെ ഇരുന്ന്. ഇയാളെ അനിരുദ്ധനാണ് ഇയാൾ. ഈ ചതുർവ്യൂഹത്തിലെ, ഭഗവാന്റെ ചതുർവ്യൂഹത്തിലെ അനിരുദ്ധൻ എന്ന് പറയുന്ന അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിരോധിക്കാൻ വലിയ പ്രയാസം. അതാണ് അനിരുദ്ധൻ. അപ്പോൾ അനിരുദ്ധൻ ഇങ്ങനെ പൊങ്ങി വരും ഒരു ചെറിയ അനക്കം വന്നാലോ. അതുകൊണ്ട് ഒരു വിഷയവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ശുദ്ധമായ ഒരു കണ്ണാടിയിൽ എങ്ങനെ സൂര്യപ്രകാശം തട്ടി, ആ സൂര്യൻ അന്നേരം നല്ലൊരു പ്രകാശമല്ലേ, ഇതും പ്രകാശിക്കും, രണ്ടും പ്രകാശിക്കും. അപ്പോൾ ആ വിശേഷമായിട്ട് ആ അന്ധകരണം, അപ്പോൾ അന്ധകരണം അതിനോട് ചേർന്നിരുന്ന് അതിനെ ഗ്രഹിക്കാൻ സാധിക്കും. ഇയാളാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ട ആൾ, ഈ വിജ്ഞാനമയൻ. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും വിജ്ഞാനമയനാണ്. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടെ ചെല്ലേണ്ടതും ഈ വിജ്ഞാനമയൻ്റെ പ്രവൃത്തിയാണ്. വിജ്ഞാനമയൻ എപ്പോഴാണോ ഈ വിജ്ഞാനവുമായിട്ട് ചേർന്ന് അങ്ങനെ ഇരിക്കുന്നത്, മറ്റൊന്നുമില്ലാതെ, മറ്റൊരു വിഷയമില്ലാതെ, അവിടെ മനസ്സുപോലും പിന്നെ അപ്രസക്തമാണ്. മനസ്സുകൊണ്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കരണം ആയ മനസ്സുപോലും അപ്രസക്തമായി ആ ജ്ഞാനം മാത്രമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി ഉണർന്നു വരുന്ന ഒരാൾ ചിന്തിക്കണം അന്നേരം എന്തായാലും അതാണ് അപ്പോൾ അവിടെ കണ്ടതാണ് തൻ്റെ രൂപം എന്ന് നിർണ്ണയിക്കണം. അതാണ് ബ്രഹ്മാത്മൈക്യ നിർണയം. വിഷയസ്പർശമില്ലാത്ത ജ്ഞാനം.
ഒരു സ്പന്ദനവും ഇല്ല ഇവിടെ. ഒരു സ്പന്ദനവും മനസ്സിലില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ അതായിട്ട് ചേർന്നിരിക്കും. ഈ പിന്നെ പഞ്ചദശി പറയുന്ന പോലെ ഖാദിത്യ ദീപിതേ കുഡ്യ, ഒരു പിന്നെ കുഡ്യ ഭിത്തി ഭിത്തിയിലിങ്ങനെ നല്ല സൂര്യപ്രകാശം അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കണ്ണാടി അങ്ങോട്ട് കാണിച്ചു. അപ്പോൾ കണ്ണാടിയുടെ ഒരു പ്രകാശം വരെ അവിടെ വരുന്നില്ലേ, അതുപോലെയാണ് ജീവൻ്റെ സ്ഥിതി. ഒരു വിശേഷ പ്രകാശം, സമഷ്ടി പ്രകാശമുണ്ട്, അതിൻ്റെ അകത്തൊരു വിശേഷ പ്രകാശം. അപ്പം ഞാൻ ഈ സമഷ്ടി ബോധമാത്രമായി അതിലിരിക്കുന്ന ഒരു ബോധമാണെന്ന്, ഒരു വിശേഷ ബോധം വന്നു പോയതാണെന്ന് അറിഞ്ഞാൽ മതി. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോന്തര്യാമി ഏഷ യോനി സർവസ്യ പ്രഭാപ്യേഹി ഭൂതാനാം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनूभिर्यशेम देवहितं यदायुः. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം